സദ്വിശരണം കഴിഞ്ഞ 2025 ജനുവരി 22-ാം തീയതി ശാന്തിരി ആശ്രമത്തിലെ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ ജന്മഗൃഹമായ ചന്ദ്രൂർ ചിറ്റേക്കാട് വീട്ടിൽ വെച്ച് ഗുരുവിൻ്റെ 25ാമത് ചോതി തീർത്ഥയാത്ര വാർഷികം നടക്കുകയുണ്ടായി. ആ വാർഷികത്തിൻ്റെ അന്ന് ഇന്നത്തെ ശാന്തിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ഗുരുജ്ഞാന തപസ്വിയുടെ ചേട്ടനായ അനിൽ ചേർത്ത് നടത്തിയ ഒരു പ്രഭാഷണവും ഗുരുവിൻ്റെ കുടുംബത്തെയും നാടിനെയും ഒക്കെ അപകീർത്തിപരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം. ആടിനെ പട്ടിയാക്കി പട്ടിനെ പേപ്പട്ടിയാക്കുന്ന രീതിയിൽ കള്ളവും സത്യവും ഒക്കെ ഇടകലർന്നു അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ. ആ വീഡിയോയുടെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അതിനെ ആസ്പദമാക്കി സംസാരിക്കാം. അതിന് മുന്നോടിയായിട്ട് ശാന്തിരി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന അപജയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് 18/6/2016 ഞാൻ നൽകിയ DGPക്ക് നൽകിയ ഒരു പരാതിയെ ആസ്പദമാക്കി എനിക്കെതിരെ ഒരു വ്യാജ കള്ളക്കേസ് വരികയും ആ കേസിനെ ആസ്പദമാക്കി നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി വെച്ച് ആ പ്രതിസന്ധി അതിനു മുമ്പ് തന്നെ എൻ്റെ അനിയനോ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതുണ്ടാകുന്നത്. അപ്പം അതിനുശേഷം ഈ 2018-19 ഘട്ടത്തിൽ എൻ്റെ അച്ഛനമ്മമാരി ഒരു ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു ചാനലിൽ നൽകിയ അഭിമുഖം, ആ അഭിമുഖത്തിൻ്റെ ഒരു കോപ്പി നമ്മൾക്ക് അവർ നൽകുന്നുണ്ട്. അത് ഇന്ന് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ആ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ആ കേസ് നിലനിൽക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 2024 എൻ്റെ കേസ് ഡിസ്പോസ് ആയത്. ബഹുമാനപ്പെട്ട കോടതി അത് വ്യാജ കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുകയും കേസ് ഡിസ്പോസ് ആകുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ തകർക്കാൻ ശാന്തിരി ആശ്രമത്തിലെ അമൃതാജിൻ്റെയും ഗുരുസ്വാമിയൊക്കെ ശ്രമിച്ചത്, ഗുരുമിത്ര സ്വാമി എന്നിവരൊക്കെ ശ്രമിച്ചതിനെ കുറിച്ച് എൻ്റെ അച്ഛനമ്മമാരുടെ ഒരു വിവരണം അന്ന് എടുത്തു വെച്ചത് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇത് എൻ്റെ കുടുംബത്തിലെ മാത്രം വിഷയമല്ല. ഗുരുവിനെ മുൻനിർത്തി, ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ മുൻനിർത്തി സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഗുരുവിൻ്റെ പേരും നാമവും രൂപവും എല്ലാം മാർക്കറ്റ് ചെയ്യുന്ന അമൃതാജിന് ഒട്ടനവധി കുടുംബങ്ങളോട് ചെയ്ത ചതിയുടെ ഒരു നേർക്കാഴ്ചയാണ്. പലർക്കും ഇത് തുറന്നു പറയാനുള്ള ധൈര്യമുള്ളവർക്ക് അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ എല്ലാവരെയും അറിവിലേക്കായിട്ട് എൻ്റെ കുടുംബത്തിന് സംഭവിച്ച യഥാർത്ഥ നിജസ്ഥിതി മറ്റൊന്നുമല്ല ഇത് പറയാൻ കാര്യം. ഈ അനിൽ ചേർത്തനെ പോലെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മനുഷ്യ മനസ്സിനെ വികൃതമാക്കുന്നു. അവർക്കുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഞാനിതിന് ഇവിടെ സമർപ്പിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാവരും അറിവിലേക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടേതായ അറിവ് കുറവും എല്ലാം ആ വീഡിയോയിലുടനീളമുണ്ട്. പക്ഷെ ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുടുംബത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന്, ഒരു കുടുംബത്തിലോട് വിരോധം തോന്നിയാൽ ഈ അമൃതാജിൻ്റെയും ഗുരുസ്വാമിയൊക്കെ ഇത് എങ്ങനെയാണ് ആ കുടുംബത്തിന് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരു ചതിയും വഞ്ചനയും നിറഞ്ഞ ഒരു പ്രവൃത്തി. അത് പരമ്പരയിലുള്ള വെച്ചാൽ ഗുരുവിനോട് സമകാലികരായ എല്ലാവരെയും നശിപ്പിച്ച പോലെ നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു വിവരണമാണ്. അപ്പോൾ അമ്മക്കുള്ള ആ ഒരു അറിവ് കുറവ് സംഭാഷണത്തിൽ ഉടനീളം ഉണ്ടാവും. അതെല്ലാവരും സാധനം ശ്രമിക്കുക. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. വസ്തുതകൾ അറിയുന്ന ഒരു മനുഷ്യനാണല്ലോ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ്റെ പേരെന്താ ശരിക്കും? പത്മനാഭൻ അല്ലേ? ഈ ആശ്രമമായിട്ടുള്ള ബന്ധം വരുന്നത് എങ്ങനെയാ? ആര്? ആദ്യത്തെ ഗുരു അല്ലെ? അമ്മാവന്റെ മകൻ. ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള കരുണാകര ഗുരുവിന്റെ അമ്മാവന്റെ മകനാണ് അച്ഛൻ അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ബന്ധം തന്നെയാണ്, രക്തബന്ധം തന്നെയാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇനി അമ്മ കാര്യങ്ങൾ വിശദീകരിച്ചോട്ടെ കേട്ടോ. അച്ഛൻ കരയണ്ട, ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരും. ഇങ്ങനെ നടക്കുന്ന തെമ്മാടിത്തരം നടക്കുന്നതിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തി തരും. അപ്പൊ അമ്മയോട് ചോദിക്കുക കാര്യങ്ങൾ. അച്ഛനതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഓർമ്മ തെറ്റ് വരാണെങ്കിൽ. പിന്നെ
ഏത് വർഷം മുതലാണ് അമ്മ ഇതില് നമ്മള് ഈ ആശ്രമമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നതും ആശ്രമ വിശ്വാസികളായിട്ട് മാറുന്നതും, അതോ ഇത് പാരമ്പര്യമായിട്ട് വന്നു ചേർന്നത് എങ്ങനെ? പാരമ്പര്യമായിട്ട് കുടുംബത്തിലുള്ളതാണല്ലോ, ഗുരുവിന്റെ കുടുംബക്കാരാണല്ലേ ഇവര്. ആഹാ. ബന്ധുവല്ലേ, ഉം. അമ്മാവന്റെ മകനല്ലേ അച്ഛൻ. ഉം, ഉം. അപ്പൊ ഞാൻ വന്നപ്പോഴും എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴും അന്നേരം ഇത്രയും വളർച്ചയില്ല ഉം. ആശ്രമം. സ്വാമി സ്വാമി എന്നാ പറയണത്. ഓക്കെ. അപ്പൊ സുപ്രഭാതത്തിന് ഇവരെല്ലാം ആശ്രമത്തിൽ വരികയും പോവുകയും വിശ്വാസികളായി. അപ്പൊ ഞാനും അതിൽ പെട്ടു. ഓക്കെ. വിശ്വാസികളുടെ കൂടെ ഞാനും നിന്നു. എനിക്കും ഗുരുവിനെ കൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഉം, ഉം. ഗുരു പറയണതും ചെയ്യണതെല്ലാം നല്ല പ്രവൃത്തികളാണ്. ഒരു ദോഷമായിട്ട് വരികയില്ല. ഗുരുവിനെ കണ്ടിറങ്ങുമ്പോ തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷവും. സ്ഥാപക ഗുരുവിനെ അല്ലേ? കരുണാകര ഗുരു. ഉം, ഉം. അപ്പൊ അതിലേക്ക് ഞാനും വന്നു. എന്റെ വീട്ടുകാര് അമ്പലത്തിലൊക്കെ നടക്കുന്ന 4-5 ഏട്ടത്തി അവരെല്ലാവരും അമ്പലക്കാരാണ്. പക്ഷെ എനിക്ക് പോകാനായിട്ട് മനസ്സ് പോകുന്നില്ല. ഇതിന് വന്ന് പെട്ടപ്പോ ഇവരെല്ലാവരും കുടുംബക്കാരെല്ലാവരും ഇതാണ്. പിന്നെ മക്കള് ജനിച്ചപ്പോഴും അവരും അമ്പലത്തിൽ പോകാറില്ല. ഗുരുവിന്റെ ഇവിടെ ആശ്രമത്തിലാണ് അവരുടെ എല്ലാം. ഒരു മക്കൾ അമ്പലത്തിൽ കയറാറില്ല. ഇവരും കയറ്റാറ്. ഒരു പറഞ്ഞിട്ടില്ല കയറാറുണ്ട്. പക്ഷെ ഇവര് പറയുമായിരുന്നു അമ്പലത്തിൽ പോകാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വല്ലപ്പോഴേ ആശ്രമത്തിൽ വരുവുള്ളൂ. അമ്പലത്തിൽ പോവില്ല. പ്രാർത്ഥിക്കും. ഓ ശ്രീകരണാരം പരബ്രഹ്മണേ നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെയാണ് 2001 ഈ മകനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തണത്. 3 ആൺപിള്ളേരാണ് എനിക്ക്. നിർത്തി കഴിഞ്ഞപ്പോ 3-ലാണ് മകന്റെ കല്യാണം നിശ്ചയം. ഈ മൂത്താവന്റെ കല്യാണം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാള് 2001. ഈ കല്യാണം നിശ്ചയം തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഞങ്ങൾ ഗുരുവിനെ വീട് സ്ഥലവും ഗുരു വെച്ചപ്പോ തന്നെ ചോദിച്ചു, എന്റെ വീട് സ്ഥലം എനിക്ക് തരണോന്ന് പറഞ്ഞു. വലിയ ഗുരു ഇരുന്നപ്പോ തന്നെ. വലിയ ഗുരു, കർണാകര ഗുരു. അപ്പൊ തരാമെന്ന് എല്ലാ മക്കളും തീരുമാനിച്ചു. കുടുംബക്കാര് 5 ആണും 2 പെൺമക്കളും പറയുന്നു. കുടുംബക്കാരെല്ലാം കൂടി തീരുമാനിച്ച് ഗുരുവിന് കൊടുത്തു. അപ്പൊ ഗുരു കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെ ആശ്രമത്തിന്റെ പേരിൽ ജനറൽ സെക്രട്ടറി മകൻ പറഞ്ഞ ആ പുള്ളിയുടെ പേരിൽ എഴുതി വന്നത്. നമ്മള് സന്തോഷത്തിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഗുരുവിന് ജനിച്ച വീടല്ലേ, അത്രക്ക് ഭയങ്കര വിശ്വാസിയാണ് നമ്മൾ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ എഴുതിക്കൊണ്ട് വന്നപ്പോ ഗുരു വെച്ച് 6 പേരിലാണ് എഴുതിയേക്കണെന്ന് നമ്മളെല്ലാവരും കൂടി ഞാനിന്ന് ഇപ്പം നേരം ചോദിച്ചപ്പോ പറഞ്ഞ് അത് ജനറൽ സെക്രട്ടറി പേരിലാണെന്ന് പറഞ്ഞു. കരുണാഗുരു പറഞ്ഞു. അപ്പൊ ഗുരു ദേഷ്യം വന്നു. എടാ ഇതുകൊണ്ട് തിരുത്തണമെന്ന് പറഞ്ഞു. ഇത് എന്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും മടങ്ങി തിരിച്ചു പോയി ഗുരുവിന്റെ പേരിലാക്കി വീട് സ്ഥലം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഗുരു പറയുകയാണ്, ഇതേ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താ ഞാനിങ്ങനെ ചെയ്തതെന്ന്. ആർക്കും മനസ്സിലായി. എല്ലാം പൊട്ടന്മാരാണ്. വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല. പിള്ളേരൊക്കെയാണ് ഇപ്പൊ വിദ്യാഭ്യാസം അറിവൊക്കെ ഉള്ളത്. അത് മക്കളൊക്കെ ഇവർ പറയുന്ന രീതിക്ക് നിൽക്കുമായിരുന്നു. ഗുരുവിനും അറിയാം. അപ്പോഴും ഗുരു പറയാറുണ്ട്, നിങ്ങളൊരു സ്ഥാനത്തും ഇരിക്കണം, നിങ്ങളുടെ മക്കള് ഇരുന്നോട്ടെ, നിങ്ങളെ ഇവർ പറ്റിക്കുമെന്ന് പറയും. ഇവരെ അച്ഛന്മാരെ മക്കളെ അതല്ല. മക്കളെ ഇവനൊക്കെ ഇച്ചിരി കുടുംബം വിട്ട് ഇവനൊക്കെയാണ് ഇച്ചിരി തലമൂത്താണ്. വേറെ ആരും ഒന്നും ചോദിക്കാല്ല. ഈ മരിച്ചുപോയ മോനും ഈ മൂത്തവനുമാണ് ഇച്ചിരി തൻ്റെ ഇടപെട്ട് നിന്നിട്ട് തെറ്റ് കാണിച്ച വിടുകയില്ല. ചീത്ത സ്വഭാവം ഒന്നും അവനില്ല, എങ്കിലും ആര് തെറ്റ് കാണിച്ചിട്ടാണ് അതൊരു ചോദ്യം ചെയ്യും. പിന്നെ ഞങ്ങൾ തിരുത്തി ഗുരുവിന്റെ പേരിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ഗുരു പറയണം, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താ ഇങ്ങനെ ഞാൻ ചെയ്തതെന്ന്. ആർക്കും മനസ്സിലായില്ല. ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഗുരു പറഞ്ഞു, ഇതേ നിങ്ങളുടെ പേരിൽ എന്റെ പേരിൽ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ ഇതിന് നാളെ ഒരു അവകാശിയാകണം. നിങ്ങൾ ഇതിൽ നിന്ന് ആരും മാറ്റി നിർത്തരുത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും നിങ്ങൾക്ക് എന്നും കേറി ജന്മഗ്രഹം എന്ന് പറഞ്ഞ സ്ഥലം ചന്ദ്രനുണ്ടെന്ന് നമ്മുടെ തറവാടാണ്. അതാണ് ഇപ്പൊ ചന്ദ്രരാശ്രമം. അവിടെ പോലെ ഇപ്പൊ നമ്മ കേറില്ല. ഇവരെ പേടിച്ചിട്ട് നാളെ എന്താ നമ്മുടെ തലയിൽ വന്നേന്ന് അറിയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എഴുതി കൊടുത്ത് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഒരു 1999 ഗുരുവിന്റെ മരണം. ഇത്ര നമുക്ക് അറിയാൻ പാടില്ല ഗുരുവിനെ പറ്റിയൊക്കെ. പിന്നീട് ഗുരുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് 2001 ഈ മോനെ കൊണ്ട് നന്നാക്കാൻ വേണ്ടിന്ന് ഇവിടെ കൊണ്ട് നിർത്തി. അവൻ പറഞ്ഞ ശരിയാണ്. കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് 2001 നിൽക്കുന്നു ഇവനോട്. അപ്പൊ ഈ മകന്റെ കല്യാണം 2003 മൂത്തവന്റെ. വന്നപ്പോ പറഞ്ഞ് കല്യാണം കുറച്ച് ഡേറ്റ് തന്നിട്ടില്ല. വിളിച്ചേച്ചു ഇവനോട് പറഞ്ഞു, എടാ ഞങ്ങള് താമസം അമൃത ഇവനായിട്ട് ഭയങ്കര എന്തായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്. ഗുരുവിന്റെ വീട്ടിലാണെന്നും പറഞ്ഞു. വിളിച്ചും പറഞ്ഞ് ആ വീട് സ്വരവും ആശ്രമത്തിന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഗുരു പറഞ്ഞിട്ടാണ് ദർശനത്തിൽ കിട്ടിയെന്നാ പറഞ്ഞു. അപ്പോഴേക്കും വലിയ ഗുരു മരിക്കും ചെയ്തല്ലോ 1999 അല്ലെ?
മറ്റേ ഒരു മരിച്ചു. ഇത് 2001 അങ്ങനെ നിർത്തും. പിന്നെയാണ് കല്യാണം 3 മണി വന്നേക്കണം. അപ്പൊ ഈ ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ വീട് സ്ഥലവും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഗുരുവിന്റെ വീട് നമ്മുടെ തറവാട് ഗുരുവിന് എഴുതി കൊടുത്തു. ഇനിയിപ്പോ ഞങ്ങളെ കാശ് മുടക്കിയ വീട് സ്ഥലം ഇനി ഗുരുവിന് കൊടുക്കാനാ. ഞാൻ തരികയില്ല. എന്നുവെച്ചാൽ നമ്മളവിടെ പോകുന്നു ഞാൻ ചോദിച്ചു. നമുക്ക് വീട് സ്ഥലം വേറെ ഇല്ലല്ലോ, ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. കൊടുത്താൽ പിന്നെ പെരുവഴിയല്ലേ എന്റെ ആൾക്കാരെ. ഇതല്ലേ അവിടെ എറണാകുളം. നമ്മളെ എറണാകുളമാണ്. അപ്പൊ ഇവ പിന്നെയും വിളിക്കും. ഇവര് മൂപ്പിക്കണം ഇവരെ. സ്ഥലമുണ്ടേ, രണ്ട് സ്ഥലമുണ്ട്. ചന്ദ്രൂര് ജന്മഗ്രഹം. എന്റെ തന്നെ ഇവര് പറയണതിൽ തെറ്റി. എന്റേത് എറണാകുളമാണ്. രണ്ടും ഇവിടെ അല്ല, അവിടെ ഇപ്പുറത്ത് എന്റെ സ്വന്തം വീട്ടിലും അടുത്തടുത്തുള്ള നമ്മളെല്ലാം അടുക്ക് തന്നെ. അപ്പൊ അതിലാണ് ഈ ഇപ്പൊ കൊടുത്തെന്ന് പറയണത്. ചന്ദ്രൂര് തന്നെ. ചന്ദ്രൂര് തന്നെയാണ്. കൊടുക്കണം എന്ന് പറയുന്നത് കൊടുത്തത് രണ്ടും അത് തന്നെയാണ്. രണ്ടുണ്ട്. 2 വീടുണ്ട്. തറവാട് അച്ഛന്റെ കൊടുത്ത് ഞങ്ങള് താമസിക്കണം. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം അപ്പുറത്തുണ്ട്. അപ്പൊ ഇവൻ വിളിച്ചിരിക്കുമ്പോ ആ വീട് സ്ഥലം വീട് കൊടുക്കാൻ ജെന്നി പറയാന്ന് പറയും. ഒരു ദർശനത്തിൽ കാണിച്ചെന്ന് പറയും. അപ്പൊ അച്ഛൻ പറയാം, അത് നമ്മളെവിടെ പോകണം ഇത് കൊടുത്തയച്ചു. അപ്പൊ പറഞ്ഞ് നിങ്ങളവിടെ പോകാനാണ് അങ്ങനെ കല്യാണം നടത്താൻ വീട് സ്ഥലം കൊടുക്കാനാ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ടും പറഞ്ഞ്, നിങ്ങൾക്ക് തീരുമാനിച്ച് വീട് സ്ഥലം കൊടുക്കാനായിട്ട്. അങ്ങനെ വീട് സ്ഥലം അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങൾക്ക് വേറെ വീടുണ്ടാവും. കൊടുത്തു കഴിഞ്ഞാൽ വേറെ വീടില്ല. പിന്നെ വാടക താമസിക്കാൻ ജെന്നി പറഞ്ഞു. അവിടെ ദോഷമാണെന്ന് പറഞ്ഞു നമ്മൾ താമസിക്കുന്ന വീട്. അപ്പൊ ഞാൻ ചില അന്ന് ഇപ്പുറത്ത് വേറെ സ്ഥലമൊക്കെ ഉണ്ട്. 3 വീട് 3 മക്കൾക്ക് കൂടി വെക്കാനുള്ള സൗകര്യമുണ്ട്. 3 ആൺപിള്ളേർക്ക് വെക്കാനുള്ള അവിടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ വേറെ അങ്ങോട്ട് മാറ്റി താമസിക്കാൻ നമുക്ക് വേറെ വീട് വെച്ച്. അതൊന്നും ആ വീട് വെച്ചാൽ ശരിയാകില്ല. അവിടെ ദോഷമാണ്. അങ്ങനെയാണ് ഇങ്ങനെ വേറെ പെണ്ണിന് വന്ന് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ, ഇവനോട് പറഞ്ഞു നീ ചത്തുകളയെന്ന് പറയണമെന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നത് ഇവനോട് പറഞ്ഞു. ഇവൻ ഇവൻ പിടിച്ചു. വലിയ മകൻ അല്ലെ? ചെറുത് രണ്ടാമത്തെ ഇവൻ പറഞ്ഞാണ് നമ്മളോട് കളത്തോടെ ഞാൻ പറയണത്. അതൊക്കെ സത്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പറഞ്ഞു മരിച്ചു കളയോട് പറയണം. അതൊക്കെ ഇവൻ പിന്നീട് പറഞ്ഞ്. ഇപ്പഴല്ലേ ഈ കേസൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്നുമ്പോ ഇവൻ എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു നീ കൊള്ളാലോടാ, നിന്റെ വാഴ തന്നെ നീ മുട്ടിച്ച്, നിന്റെ വീട് സ്ഥലവും നീ തന്നെ അവര് ചത്ത് കളയാൻ പറയപ്പോ നീ ചത്ത് കളയോന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നീട് ഇവന് മനസ്സിലായി. പിന്നെ ഇവന് ബോധം വന്നു പിന്നീട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പൊ അച്ഛൻ പറഞ്ഞു, പിന്നെ ഞാൻ കൊടുക്കില്ല. അച്ഛനന്നേ തീർത്ത് ഞാൻ കൊടുക്കൂല. എന്റെ വീട് സ്ഥലം ഞാൻ കൊടുക്കൂല, ഞാൻ വാടകക്ക് പോകൂല എന്നൊക്കെ അച്ഛൻ വെച്ചെടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മള് ഗുരുവിനെ വിശ്വസിച്ചിരിക്കുകയാണ്. ദർശനത്തിൽ ഗുരു ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മക്കൾക്കൊരു ദോഷം വരണ്ട, നമുക്കൊരു ദോഷം വരണ്ട, നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അതൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞ് അച്ഛൻ മനസ്സോടുകൂടി മൂളി. ഇവന്റെ ഡേറ്റും കിട്ടണമല്ലോ, മകന്റെ ബന്ധുക്കളെയൊക്കെ അറിയിച്ച് കല്യാണമൊക്കെ ഡേറ്റ് ഒക്കെ കിട്ടാൻ പോകണം. എല്ലാവരും അറിഞ്ഞ് നാട്ടുകാർ മൊത്തം അറിഞ്ഞേക്കുന്ന കല്യാണം ആയിരുന്നു. നമുക്കൊരു നാണക്കേട്, ഈ വീടും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ്ട. ദോഷം വന്ന് പോയ എല്ലാരും പോയില്ലേ. നമ്മൾ കൊടുത്ത് നമ്മൾ വാടക വീട്ടിൽ താമസിച്ച് പോയി. പിന്നെ ആ വീട് വെള്ളം കുഴിയായിട്ട് അവിടെ നിന്ന് മാറി എരമല്ലൂർ വീട്ടിൽ ഒന്ന് 2 വർഷം താമസിച്ച്. അങ്ങനെ താമസിച്ചോണ്ടിരിക്കുകയാണ്. വാടകയും കൊടുത്ത് ഭയങ്കര, പക്ഷെ ബുദ്ധിമുട്ടില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടെന്ന്. അങ്ങനെ താമസിച്ചോണ്ടിരുന്ന് പിന്നെ മകനെ വിളിച്ചിട്ട് ഇവനോട് പറഞ്ഞ് അച്ഛനമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതുകൊണ്ട് ഇവിടെ ഒരു വീട് വെക്കാൻ പറഞ്ഞു. ഇവിടെ വീട് വെക്കാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവര് അപ്പൊ അച്ഛൻ കൊടുക്കാൻ പോയപ്പോ ജെന്നി പറഞ്ഞ് വിളിച്ച് ഞങ്ങളെ. ഇവിടെ വന്നപ്പോ ജെന്നി പറഞ്ഞ, അല്ല ജെന്നി, എന്റെ വീട് സ്ഥലം കൊടുത്ത പിന്നെ എനിക്ക് വേറെ ജീവിക്കാനുള്ള മാർഗ്ഗമില്ലല്ലോ. മാവനൊരു കാര്യം, മാവൻ ഇതൊക്കെ കൊടുത്തിട്ട് മാവന് 10 സെന്റ് സ്ഥലവും ഒരു വീടും ഇവിടെ വെച്ച് തരാം തിരുവനന്തപുരത്ത്. അങ്ങനെയാണ് ജെന്നി പറയണത്. അപ്പൊ ഉറപ്പായി വീട് സ്ഥലം മാവന്റെ പേരിൽ അച്ഛനും അമ്മക്കും കൂടെ ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. 10 സെന്റ് സ്ഥലവും ഒരു വീടും വെച്ച് തരാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. ഈ മൂത്ത മകനും ഇവനും മരിച്ചു പോയവനൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. ഗുരു എന്നൊക്കെ പറഞ്ഞാൽ ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ അവർ മരിച്ചുകളെ. അപ്പൊ ഇവിടെയാണെങ്കിൽ അച്ഛനാണെങ്കിൽ ആശ്രമത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആ പ്രദേശം മുഴുവൻ അച്ഛൻ ഇടനിലാണ് മേടിച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ച് നിസ്സാര വിലൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അതിന് കമ്മീഷനൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ പറയും മുതലാളി വരും, അയ്യോ അത് വാങ്ങല്ലേ, ദോഷമാണ്, ജീവന് ദോഷമാണ്, മക്കൾക്ക് ദോഷമാണ്, അത് വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിഷേധിക്കൂല. അതൊക്കെ നമ്മൾ വാങ്ങൂല. ഈ പിള്ളേരും അങ്ങനെ തന്നെ. അച്ഛൻ മേടിക്കാൻ പോയപ്പോഴും മക്ക സമ്മതിക്കൂല. അപ്പൊ ഇവര് പറയണ നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നു. പിള്ളേര് എന്താണ് പറയണമെന്ന് വെച്ചാൽ നമ്മൾ അനുസരിക്കും. അത് അച്ഛനോട് അമ്മയാണെന്നല്ല, അവരുടെ വാക്കിന് ഒരു മാന്യത നമ്മൾ കൊടുക്കുമായിരുന്നു നേരത്തെ തൊട്ട്. അവര് പറഞ്ഞത് ശരിയല്ലേ, ഗുരുവിന്റെ മക്കളല്ലേ, അപ്പൊ എന്തെങ്കിലും ദോഷം വരാതിരിക്കാനായിരിക്കുമല്ലോ അവരത് നമ്മൾ തടയണമെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മ അതിനൊക്കെ നിൽക്കും.
മാറി നിൽക്കും. ഇവർ പറയുമ്പോൾ നമ്മൾ ഇവരോടൊപ്പം നിൽക്കും. അപ്പൊ ഇതന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ പോട്ടെ വീട് സ്ഥലം തരാൻ. അപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ വഴക്കണം നമ്മളോട്, എന്തിനാ പോണത്. എല്ലാവർക്കും മക്കളും ഞങ്ങളും ഒക്കെ ഭയങ്കര സഹായികളായിരുന്നു. അപ്പൊ പോകണ്ട, നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കിടക്ക്, നിങ്ങൾ പോണാറ് ഞങ്ങളുടെ ഒരു മിത്രം പോണ പോലെയാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വേണ്ട, ഗുരുവിന്റെ വാക്കല്ലേ, ഇവരാണ് പറയണെങ്കിലും ഗുരു പറഞ്ഞിട്ടാണെന്നല്ല ഇവർ പറയണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അതൊരു കാര്യം ചെയ്യ്, അമ്മക്ക് സമ്മതമാണല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. അപ്പൊ ഞങ്ങൾ പറയണത് ദോഷമാണെന്ന് പറയാം, പിന്നെ നമ്മ എന്തിനാ ജീവിക്കണമെന്ന്. ദോഷം വന്നെല്ലാം പോയില്ലേ, മക്കൾക്ക് എന്തെങ്കിലും ഒരു കെടുതി വന്നാൽ നമ്മളതും കാണണ്ടേ. നമുക്ക് പോകാന്ന് പറ. അപ്പൊ നമ്മ വാടക താമസിക്കണം അവിടെ. മകൻ ജോലിക്ക് അവിടെ നിൽക്കണം, ഇവൻ ഇവിടെ, നടുവത്തവൻ അവിടെ ഉണ്ട്. ഞങ്ങൾ 2 മക്കൾ, ഇവൻ ഇവിടെയാണെന്ന്. പിന്നെ അസുഖത്തെ ഒരാളായിട്ട് നിൽക്കണം ഇവിടെ. അപ്പൊ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോ കൊടുത്തില്ല. ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട് സ്ഥലവും എഴുതി കൊടുത്തു. അപ്പൊ ഇവൻ വന്നില്ല. അപ്പൊ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. വീട് സ്ഥലവും കൊടുക്കാം, മകന്റെ ഡേറ്റും കിട്ടണം, കല്യാണം നടക്കണം. പിന്നെ കല്യാണത്തിന് മുമ്പ് വീട് സ്ഥലം, ഈ പെണ്ണിന്റെ അച്ഛനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വീടുണ്ട് അവിടെ. അപ്പൊ കല്യാണത്തിന് വീടില്ല, വീടൊക്കെ ഇവർ മേടിച്ചെടുത്തു. പിന്നെ വാടകത്ത് ചെന്ന് ഇവിടെ കല്യാണമൊക്കെ നമ്മൾ നടക്കണം. അതിന് നമുക്കൊരു നാണക്കേട് തോന്നി. നമ്മളൊക്കെ ഗുരു പറഞ്ഞതല്ലേ, നമുക്ക് അതിന് നാണക്കേടൊന്നും തോന്നിയില്ല. വിശ്വാസത്തിന്റെ വലിപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഗുരുവിന്റെ വീട്ടിലാണ് നമ്മ എന്തെങ്കിലും തെറ്റിലേക്ക് പറഞ്ഞു പോയാൽ നമുക്ക് എന്താ ശിക്ഷ കിട്ടണമെന്ന് അറിയാൻ പറ്റില്ല ദൈവത്തിന്റെ അടുത്തുനിന്ന്. അപ്പൊ നമ്മ വീട് സ്ഥലമൊക്കെ എഴുതി കൊടുത്ത് 2 വർഷം നമ്മളവിടെ താമസിച്ച് വാടക താമസിച്ചിരുന്നപ്പോ ഈ മകനെ പിടിച്ചിവിടെ നിർത്തി. ഞങ്ങൾ അവിടെ, ഇവനിവിടെ, നടുവത്തെ മോൻ അവിടെയുണ്ട്. മകൻ എറണാകുളത്താണ് മോന്റെ ജോലി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇവനെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോ ഇവനോട് വീട് വെക്കാൻ പറയുമ്പോൾ ഇവനോടൊന്ന് വീട് വെച്ച് അച്ഛനമ്മനെ ഇങ്ങോട്ട് കൊണ്ടുപോരാനായിട്ട്. അങ്ങനെ അപ്പൊ മരിച്ചുപോയ മോനോട് പറഞ്ഞ് അടുപ്പിച്ച് പിടിക്കണം കേട്ടോ, ശബ്ദം കിട്ടില്ലല്ലേ. മരിച്ചുപോയ മോനോട് പറഞ്ഞ് പിന്നെ എടാ അച്ഛനമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ നമുക്ക്. അപ്പൊ ഇവര് വീട് സ്ഥലം ഇവര് വെച്ച് തന്നെ ഇല്ല, അച്ഛനമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് പിന്നെ വീട് സ്ഥലം ഇപ്പണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ ഇവിടെ കിടക്കും. അതൊക്കെയാണ് ഇവർ ചിന്തിക്കണത്. അപ്പൊ ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു ആൾക്കാരുമായിട്ട് ഒരു വീടുണ്ടാക്കി വിടാം. അപ്പൊ ഒരു ഹാളായിട്ട് ഒരു ചെറിയൊരു ഹോള് മതി, അധികം വലുപ്പമൊന്നും വേണ്ട, ചെറിയൊരു വീട്. പുറത്തുനിന്ന് ഒക്കെ ഒരു ഹാളായിട്ട് തോന്നണം. അങ്ങനെ ഒരു വീടുണ്ടാക്കിയത്. ഇപ്പോഴാണ് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ വളർത്തിയെടുത്തത്. ചെറിയൊരു 2 മുറി അടുക്കളയൊക്കെ ആയിട്ട് ഇത് തന്നെ ഒക്കെ ഒരു വീടുണ്ടാക്കി ഞങ്ങളിവിടെ വന്ന് താമസം തുടങ്ങി. എന്നെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പിന്നെ ഇവിടെ ബേക്കറി കയറ്റി, മധുരം ബേക്കറിയിൽ വന്ന പിറ്റേ ദിവസം 2005 നമ്മളിവിടെ വന്നത്. അച്ഛനാ തേങ്ങ വെട്ടിന്റെ സൂപ്പർവൈസർ. ഈ അച്ഛനാണ് ഈ ചന്ദ്രന് മൊത്തം സ്ഥലം മേടിച്ചും ഒക്കെ പിന്നെ മുതലാളിമാരുടെ ഒക്കെ മേടിച്ച് നിസ്സാര വിലക്കാണ് ഈ ആശ്രമം വളർത്തിയേക്കണേ. ഈ ചന്ദ്രൂര് ആശ്രമം ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഗുരു ജീവിച്ചിരുന്നപ്പോ തൊട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഗുരു ഉള്ളപ്പോഴും അച്ഛൻ ആശ്രമമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവർ വേറൊരു ജോലിക്ക് അച്ഛൻ പോകില്ല. പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോ നമ്മൾ 2005 ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛന് ഇവിടെ തേങ്ങ വെട്ടിന്റെ സൂപ്പർവൈസറാക്കി. അച്ഛന്റെ ജോലി അവിടെ അതൊക്കെ തന്നെയായിരുന്നു. മേൽനോട്ടം സൂപ്പർവൈസർ എല്ലാ പണി അച്ഛൻ എടുക്കും. തേങ്ങ പേർക്കല് ഒക്കെ അച്ഛൻ ചെയ്യും. സൂപ്പർവൈസറായിട്ട് പോകുകയല്ല, എല്ലാം അച്ഛൻ ചെയ്യും. ഗുരുവിന്റെ മുതലാണ് കളയെന്ന് നിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ 2005 ഇവിടെ വന്ന് പിന്നെ തേങ്ങ വെട്ടിനെ സൂപ്പർവൈസറായിട്ട് അച്ഛനെ കയറ്റി, എന്നെ മധുരം ബേക്കറി കയറ്റി 2005 അന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോകും. രാവിലെ 7 മണിക്ക് പോകും, 6 മണിക്ക് വരും. എനിക്ക് അന്ന് തന്നെ 500 രൂപയാണ് വരും. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനെ അന്ന് ഞാൻ പോരുമ്പോൾ അച്ഛനെ കണ്ട് 85 വയസ്സാ. അച്ഛൻ 102 വയസ്സായപ്പോഴും അച്ഛൻ മരിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിരുന്നു. അച്ഛന് ഒരുപാട് പ്രായമുള്ള മനുഷ്യരായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോണേൽ എനിക്ക് വിഷമമൊന്നുമില്ല, എന്നെ 1 മാസം മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ കാണാൻ എനിക്ക് പോകണം. ഈ 500 രൂപയാണ് എനിക്ക് ഇവര് തന്നെ ഒരു മാസം. അച്ഛനും നിസ്സാര കാശ് എന്ന് കൊടുക്കുള്ളൂ. ഇതുകൊണ്ട് നമ്മളുടെ വീടും വെച്ച് ഇവിടെ താമസിച്ചിരിക്കും. മകൻ എറണാകുളം ഇവരുടെ വണ്ടിക്ക് പോയിന്, അത് അവിടെയല്ലേ ജോലി. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ നിന്ന് പോകാൻ പാടല്ലേ. ഇവനിവിടെ ഞങ്ങൾ അങ്ങനെ താമസിച്ചിരിക്കുകയാണ്. അച്ഛനും ഞാനും ജോലിക്ക് പോകും 2005 തൊട്ട് 2009 വരെ. അപ്പൊ മകന്റെ കല്യാണം വന്നു. ഈ ബിജു മരിച്ച പോയാലും മകന്റെ കല്യാണം വന്നു. അപ്പൊ ഇവിടെ പെണ്ണൊക്കെ നോക്കിയിട്ട് ഇവര് പറഞ്ഞു ചേരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു ഉടക്കെന്ന് വെച്ചാൽ പെണ്ണിനെ നോക്കണതൊക്കെ ഇവർക്ക് ചേർന്നില്ല. പിള്ളേർക്ക് പ്രായം ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ച് ഇനിയിപ്പോൾ ആശ്രമത്തിൽ നിന്ന് പെണ്ണ് നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആങ്ങളുടെ മോളെ തന്നെ ഞങ്ങൾ തീരുമാനിച്ച് കല്യാണം ഉറപ്പിക്കുക. ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് അതിന് തടസ്സം നിന്നു. ഞങ്ങൾ ഇവരുടെ തടസ്സമൊന്നും നോക്കിയില്ല. ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾ കല്യാണം നടത്തി. അമ്പലത്തിന്റെ രീതിക്ക് താലിയും കെട്ടി കല്യാണവും നടത്തി.
ഇവിടുന്ന് കുറെ ചേട്ടന്റെ മക്കളെ ഒന്നും വിട്ടൊന്നുമില്ല. അച്ഛന്റെ ചേട്ടന്റെ മക്കളെ ഒന്നും ഇവർ വിട്ടില്ല. പോകാൻ നോക്കപ്പോൾ അവരെയും വിലക്കി അവരാരും വന്ന് ചേട്ടന്റെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം. നമുക്ക് വീടില്ല, ചന്ദ്രൂര്, അവിടെ വെച്ചായിരുന്നു കല്യാണം. അതും കഴിഞ്ഞ് അവ അമ്പലത്തിന്റെ രീതിക്കല്ലേ കെട്ടിയത്. അപ്പൊ ഇവര് ഇവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു ആ കല്യാണം. ഇവരുടെ രീതിക്ക് നടത്താഞ്ഞോണ്ട് ഇവന്റെ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് അവന്റെ കല്യാണം നടത്തി തന്നു, ഈ സ്ഥലവും വീടും കയ്യിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് നടത്തി കഴിഞ്ഞ് അവനവിടെ താമസിച്ചിരിക്കും. ഭാര്യയും അവനും കൂടി അവിടെ താമസിച്ചിരിക്കും. വല്ലപ്പോഴും ഇവിടെ വരും, പോകും. അപ്പൊ ജോലിയൊക്കെ അവിടെ, പെണ്ണും പഠിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഞാൻ ജോലിക്ക് പോകും, അച്ഛനും ജോലിക്ക് പോകും, ഞങ്ങൾ ഇവിടെ താമസിച്ചിരിക്കും. അങ്ങനെയാണ് അനിയന്റെ ഒരു അനിയന്റെ മോനുണ്ടായിരുന്നു ചന്ദ്രൂര്. അതിനെയും കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അതിനെ അവര് പിന്നെ ഇവിടെ ആയുർവേദത്തിൽ കയറ്റി ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ അപ്പൊ തന്നെ 10 അവനെ കൊണ്ട് ജയിച്ചെന്ന് നോക്കല്ല. കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് 2005 തന്നെ അവനെയും കൊണ്ടുവന്നു. അവനെ ഇവിടെ ജോലിക്ക് നിർത്തിയേക്കുന്നു ആയുർവേദത്തിൽ. അതുവഴി കല്യാണമൊക്കെ നടന്ന് കഴിഞ്ഞ് 2009 അപ്പൊ ഞങ്ങൾ ഈ വീട് സ്ഥലവും ചോദിക്കാനായിട്ട് ഇങ്ങനെ എനിക്ക് വിഷമമുണ്ട്. ഇവിടെ വന്ന് പെണ്ണിന്റെ വീടാണത്, പെണ്ണിന്റെ സ്ഥലമാണത്, ഈ പെണ്ണിന്റെ മൂത്തമാന്റെ ഭാര്യയുടെ സ്ഥലമാണത്. ഇവിടെ വന്ന് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു വിഷമമുണ്ട്. നമുക്കൊരു 5 സെന്റ് സ്ഥലമില്ല, ഞാനും അച്ഛനും ഉണ്ട്. ഇവർ നമ്മളെ പറ്റിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിലം മേടിച്ചിട്ട് അത് അപ്പൊ വീട് സ്ഥലം 10 സെന്റ് വെച്ച് തരാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. മരിക്കണേക്കുമ്പോ ചിലപ്പോ അത് കിട്ടുമായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്നാലും ഞാൻ പറയൂല. എന്റെ മനസ്സിൽ മക്കളോട് പറഞ്ഞ ഒരു ആശ്രമം വലുതാണെന്ന് പറഞ്ഞാൽ അവർ നടക്കണമെന്ന്. അപ്പൊ എന്റെ മനസ്സിലുണ്ട് നമ്മളെ പറ്റിച്ചതാണല്ല, വീട് സ്ഥലം വെച്ച് തരാന്നോട്ട് ഇപ്പോഴും തന്നെ ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പൊ ഒരിക്കൽ ഞാൻ എന്റെ പിന്നെ നടുവത്തവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വീട് സ്ഥലം വെച്ച് തരാന്നോട്ട് വന്നില്ല. ഇപ്പൊ ഞങ്ങള് അന്യ നാട്ടിക്കട, എന്റെ ആൾക്കാരെ ഒന്ന് പെട്ടെന്ന് വന്ന് കാണാൻ പറ്റുമോ, എന്റെ അച്ഛനൊന്ന് വന്ന് കാണാൻ പറ്റുമോ, ഞങ്ങള് ചതിയിൽപ്പെട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആ മകനും പറയും, അമ്മച്ചി ഒക്കെ എന്താ പറഞ്ഞിട്ടാണ് ഗുരു പറഞ്ഞിട്ടല്ലേ കൊടുത്തത്, അതാണ് നിങ്ങൾക്ക് വീട് സ്ഥലമൊക്കെ വെച്ച് തരുമെന്നൊക്കെ ഈ മരിച്ചുപോയ മകൻ പറയും. ഇവന് അത്രയും വഴക്ക് പറയില്ല, ഇവൻ വഴക്ക് പറയില്ല. അങ്ങനെ ഭയങ്കര വിശ്വാസിയായിരുന്നു ഈ ചെക്കനൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വിഷമം മനസ്സിലുണ്ട്. 2009 മകന് അവിടെ നിന്ന് വെച്ച മകനാണ്. അപ്പൊ മകനും ഭാര്യയായിട്ട് വന്നോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥാപൂർത്തിയുണ്ടല്ലേ, 2009 ഫെബ്രുവരി 22-ാം തീയതിയാണ് അത്. അപ്പൊ ഈ മകന്റെ കൊച്ചു ഹോസ്പിറ്റലാണ്, ന്യൂമോണിയ വന്ന് കിടക്കണി, മൂത്ത മകൻ ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവര് ഈ ഉരുവത്രസ്വാമിയാണ് അവിടുന്ന് കയറ്റിക്കൊണ്ട് വന്നെ ചന്ദ്രൂരിന്ന് ഇവരുടെ വണ്ടിക്ക്. ഈ കണ്ണൻ എന്ന് പറഞ്ഞ കണ്ണൻ, ആലപ്പുഴയിലെ കണ്ണൻ, ബാബു, ഈ ഗുരുമിത്രസ്വാമി. അത് ഗുരുമിത്രസ്വാമിക്ക് ബിജുട്ടൻ വേണം, ഇവിടെ പോയാലും അയാൾക്ക് വേണോ, അയാൾ നേരത്തെ അങ്ങനെയാണ് ബിജുട്ടെ കയറ്റിക്കൊണ്ടൊക്കെ പല സ്ഥലത്തും പോകാറുണ്ട്. ബാംഗ്ലൂര്, പിന്നെ അയാൾക്ക് ദൂരയാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ബിജുട്ടൻ കൂടെ ഇഷ്ടം അയാൾക്ക്. അപ്പൊ എന്റെ നാത്തോനും ചോദിച്ചു, എന്റെ മോൻ എന്താണ്, അവർ വിശ്വാസിയൊന്നുമില്ല, എപ്പോഴും ഈ ഗുരുമിത്ര സ്വാമി വിളിക്കണം, നമ്മൾ പോണേ എന്തിനാണ്. അപ്പൊ ഇവര് പറയാ അമ്മായി പിന്നെ ആത്മീയത്തിലേക്ക് കിടക്കണ്ട, ഞങ്ങൾ വിശ്വാസികളാണ്, അതുകൊണ്ട് അമ്മായി അതിലേക്കൊന്നും കിടക്കണ്ട. അവർ വിളിക്കുമ്പോൾ സന്യാസിമാരെ ആര് വിളിച്ചാലും ഞാൻ പോകുമെന്ന് പറയും. അവനങ്ങനെ പോയി കണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോരാനുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പോഴേ ഈ ഗുരുമിത്രസ്വാമി ഇവനെ വിളിക്കുന്നത്, അത് നമുക്ക് ഈ വണ്ടിയെ പോകണമെന്ന് പറഞ്ഞാൽ അതിനെയും വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ആ വണ്ടിക്ക് തന്നെ പിന്നെ ആലപ്പുഴ കണ്ണൻ, അബു, എനിക്ക് അറിയാൻ പാടില്ല, അന്നേരം ഞാൻ കണ്ടത്. ഇവനും ഈ പിന്നെ ഗുരുമിത്രസ്വാമിയും കൂടി ഇവിടെ വന്ന് ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇവിടെ വന്നു കഴിഞ്ഞ് കൊച്ചിയെ പോയി പെട്ടെന്നൊന്ന് കണ്ട് ഇവിടെ വന്നു. അപ്പൊ ഇവിടെ ഈ കണ്ണൻ എന്ന് പറഞ്ഞാൽ വന്ന് ഇവിടെ ഇരിക്കണ്. ഈ ഒരു 9 മണി കഴിഞ്ഞ് 9-10 മണി ആയെന്ന് തോന്നണം. ഞാനും അച്ഛനും ഉള്ളു, ഞങ്ങൾ രണ്ടും ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവന്ന് വെച്ച് പറഞ്ഞ അമ്മ ബിജുട്ടനെ കൊണ്ടുപോകാൻ വന്നാണ് ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ബിജുട്ടനെ അങ്ങനെ കൊണ്ടുപോകാനാണ്, ഇപ്പൊ പോകണ്ട, രാത്രിയല്ലേ, ഇപ്പൊ പോകണ്ട, രാവിലെ പോകാന്ന് പറയും. അപ്പൊ ഇയാൾ പറഞ്ഞ്, ഈ ചെക്കൻ പറഞ്ഞു എന്നോട്, ഇല്ല ഞങ്ങളോട് പോകാൻ പറഞ്ഞ അനുവാദം തന്നു, ജെന്നി പറഞ്ഞു പോകാനായിട്ട്. പ്രസാദം കാണിച്ചു തന്നെയാണ് എല്ലാം. ഇവിടെ കൊണ്ടുവന്ന് ആ കട്ടിലെ വന്നിരിക്കുകയാണ്, ഇവിടെ അല്ല അവിടെ വന്നിരിക്കുകയാണ്, ഞാനും അച്ഛനും അവിടെ ഇരിക്കുകയാണ്. പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് കുറെ നേരം ഇവിടെ ഇരുന്ന് ചെക്കൻ. നമ്മൾ ഇന്ന് ഇവിടെ കിടയ മോനെ, വെളുപ്പിന് പോകാൻ മോനെ എന്നൊക്കെ പറയാം. ഇങ്ങനെ പല വിശ്വാസികളും വന്ന് കൂട്ടുകാരന്മാർ ഇവിടെ കിടക്കാറുണ്ട്. കിടക്കാൻ പറ്റൊന്നും കിടന്നില്ല, ഞങ്ങൾക്ക് അനുവാദം കിട്ടി പോകേണ്ടതാണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ബിജുട്ടിനെ വിളിച്ചിട്ട് പോകാനാ പറഞ്ഞേക്കണെന്ന് പറയും. അതും പറഞ്ഞതിനോട് എന്നെ പറഞ്ഞ് സ്വാമി ഗുരുരത്ന സ്വാമി പറയും, ഗുരുരത്ന സ്വാമി പറഞ്ഞ് ബിജുട്ടിനെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് ഇവനെ കാണാത്തോണ്ട് വന്നിട്ടൊന്നും കൂടുതൽ കാണാൻ പറ്റില്ല, ആ ഒരു വിഷമമുണ്ട്. ഇനി ഇവരെ എപ്പോഴാണ് വന്നെന്നുള്ള ആ ഒരു വിഷമമുണ്ട്.
അപ്പൊ എനിക്ക് തീർത്ത് കൊണ്ടുപോകണമെന്ന് പറയാനും പറ്റണില്ല. ഈ പായസം കാണിച്ച് പായസം കൊണ്ട് ഇതൊക്കെ അനുവാദം മേടിച്ച് വന്നേക്കില്ല. അത് നമ്മുടെ ഒരു രീതിയാണ്. എവിടെയെങ്കിലും പോകാൻ നേരത്ത് അനുവാദം മേടിക്കൽ, ഭസ്മം മേടിക്കൽ അതൊക്കെ ഉണ്ട്. അത് ഞാൻ വീട്ടിൽ പോകാൻ നേരത്തൊന്നും ചെന്ന് ചോദിക്കാറൊന്നുമില്ല. ഒരു പിടിയേല. അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ പോലും ഒരു പിടിയേല. എൻ്റെ അമ്മ ചാകാൻ കിടന്നിട്ട് പോലും എൻ്റെ അമ്മേനെ കാണിപ്പിച്ചില്ല. അമ്മ മരിക്കണമെന്നും കാണാൻ പാടില്ല. ഒരു ചൈതന്യ സ്വാമി പറഞ്ഞു, അതൊക്കെ ദോഷമാണ്, നമുക്ക് നമ്മുടെ ജീവന് ബാധിക്കും അത്, അതുകൊണ്ട് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരും. നമ്മ പറയുമ്പോ ഇങ്ങോട്ട് പോരും. അമ്മ മരിച്ചിട്ട് ഞാൻ പോന്നു, വയ്യാതെ കിടക്കണം നമുക്ക്. ഞാൻ പോന്നു, വെളുപ്പിനമ്മ മരിച്ചു. മരിച്ചെന്ന് തന്നെ പോയി. അന്ന് തന്നെ നമ്മളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. അവിടെ നിൽക്കരുത്, മരിച്ച ഉടനെ ശവം കൊണ്ട് പട്ടറി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് മശാനത്തെ നമ്മുടെ അവിടെയൊക്കെ കൊണ്ടുപോകണം. ഇങ്ങോട്ട് പോരും. അതൊന്നും തീർത്ത് നമ്മളെ പൊടിപ്പിക്കല. അബുവും കണ്ണനും കൂടെയാണ് വന്ന് വിളിച്ചോണ്ട് പോണത്. കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ഒരു പോയി ഇവന്, അപ്പൊ ഇവൻ ചോദിക്കാണ്, ഇപ്പൊ പോണോ, ഇപ്പൊ ഇപ്പൊ പോണാന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞ ഇപ്പൊ തന്നെ പോണോടാ, നിന്നെയായിട്ട് പോകാനാ പറഞ്ഞേക്കണത്, അതുകൊണ്ട് ഇപ്പൊ പോണോന്ന് പറഞ്ഞു. ഇവൻ രാത്രി ഞാൻ പറഞ്ഞ് ഇറങ്ങി. വെളുപ്പിന് 3 മണിയായെന്ന് തോന്നുന്നു. 3 മണിയായപ്പോഴാണ്, ഞാൻ അറിയണില്ല, മരിച്ചെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വണ്ടി അപകടമുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവരൊക്കെ കൂടി നമ്മളെ ഇണക്കി യാത്രയ്ക്ക് എന്നെ അച്ഛനൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ആലപ്പുഴ ചെന്ന് ഒരു ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കയറ്റിയില്ല. ഞങ്ങളോട് പറഞ്ഞ് ചന്ദ്രൂരായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചന്ദ്രൂര് പോയി. അപ്പൊ അന്ന് ഈ വണ്ടി 3 മണി കഴിഞ്ഞ് എല്ലാ വണ്ടിയും വിട്ടിട്ടുള്ളു. എൻ്റെ മകനെ മാത്രമേ ഇവർ വിളിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ അന്ന്. അപ്പൊ പിന്നെ ഞാൻ അറിയണ് 3 മണി കഴിഞ്ഞാണ് വണ്ടി വിട്ടത്. എല്ലാ വണ്ടി ഒറ്റ വണ്ടിയും പോയിട്ട്, മകന്റെ മരണ സമയത്തൊക്കെ എല്ലാ വണ്ടിയും ഇവിടെ കിടക്കണം, മകൻ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു അവിടെ ഇരുന്നുണ്ട്, പിന്നെ അല്ല, എൻ്റെ മകനെ മാത്രം എന്താണ് ഇവർ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയത്? ഈ വണ്ടികളെല്ലാം 3 മണി കഴിഞ്ഞ് പോയാൽ മതി എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മകനെ എന്താണ് ഇവർ വിളിച്ചോണ്ട് പോയത്? അന്നേരം എനിക്കൊരു ബോധം വന്നത്, ഇവർ ഈ പായസമൊക്കെ എന്നെ കൊണ്ടൊന്ന് കാണിച്ചാലേ ഇവർ കൊണ്ടുപോകാണ്. എൻ്റെ മകൻ മരിക്കുകയും ചെയ്തു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഉണ്ട് ഈ ഒരു സംശയം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ മകനോട് പറഞ്ഞേ, ബിജൂട്ടൻ എടാ 3 മണി കഴിഞ്ഞാണല്ലോ എടാ എല്ലാ വണ്ടിയും വിട്ട്, പിന്നെ എന്തിനാടാ ബിജൂട്ടൻ അവർ കയറ്റിക്കൊണ്ട് പോയത് ആ സമയത്ത്? അവൻ മാത്രമല്ലേ പോയല്ലോ. എനിക്കത് ഇപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്നത് ഇവനോട് പറഞ്ഞു. അപ്പൊ ഇവൻ ഭയങ്കര എന്തിനും ഭക്തിയിൽ കിടക്കില്ല. അപ്പൊ അമ്മച്ചിക്ക് തോന്നണം, അമ്മച്ചി പോണ എനിക്ക് എൻ്റെ വീട്ടുകാർക്കും തോന്നാറുണ്ട്. അപ്പൊ എൻ്റെ അനിയത്തിയും ചോദിക്കും, അല്ല തൻ്റെ മകനെ എന്തിനാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്? അപ്പൊ എല്ലാ വണ്ടിയും 3 മണി കഴിഞ്ഞാണ് പോണത്, തനിക്ക് വല്ല സംശയമുണ്ട്? ഞാനില്ലെന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്നെ വിളിക്കും, ഈ മകനെ കയറ്റിക്കൊണ്ട് പോകും, സ്വാമി വിളിക്കണം, സ്വാമി വിളിക്കണം, എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകൂര്. ഇപ്പം വന്ന് കൊണ്ടുപോകും. ഞാൻ പോയിരിക്കുമ്പോൾ എന്നോട് പറയും, നമ്മ കരയരുത്, അവൻ്റെ ജീവന് ദോഷമാണ്, അതുപോലെ അവനെ വിളിച്ചോണ്ട് പോയെന്ന് നമ്മ പറയരുത്, അവൻ്റെ ജീവന് മുക്തി കിട്ടിയ, ഇതൊക്കെ എന്നോട് ഇവർ പറയണത്. അതുകൊണ്ട് അമ്മ അവനെ പ്രാർത്ഥനയായിട്ട് നിർത്തിയേക്കാണ്. ഗുരുവിന്റെ കൂടെയാണ് അവൻ, മോനെ പോലെ നിർത്തിയേക്കാണ് ഗുരു. അതുകൊണ്ട് അമ്മക്ക് കാണണമെന്ന് പറയുമ്പോൾ ഇവിടെ പ്രാർത്ഥന കാണാൻ പറയും. നമുക്ക് കര ചെയ്തിട്ടാന്ന് പറയും. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കരയൊക്കെ തോന്നും, കരയുകയും ചെയ്യും. അപ്പൊ ഇവര് പറഞ്ഞ എന്റെ പെട്ടെന്ന് മനസ്സിലോട്ട് കയറും, അവന് ജീവൻ അവന് ദോഷമുണ്ടല്ലോ നമുക്കിടെ കണ്ണുനീര്. അപ്പൊ ഞാനത് മനസ്സിലിങ്ങനെ ഒതുക്കും. അങ്ങനെ ആ ഒരു മകനെ പറ്റി എനിക്ക് അന്നൊരു സംശയം തോന്നാറുണ്ട്. പിന്നെ ഇവര് പറയും, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ ജീവിതകാലം, അച്ഛൻ്റെ ജീവിതകാലം മുഴുവനും ഞങ്ങൾ അവനെ പോലെ ഞങ്ങൾ അമ്മേനെ അച്ഛനെ നോക്കിക്കോളും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല നമുക്ക് അച്ഛന്, അതുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. അവൻ്റെ ജീവൻ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പോയാലും. ഈ ഗുരുമന്ത്രസ്വാമിയാണ് കൂടുതൽ അവനെ വിളിച്ചിട്ട് പോകുന്നത്, ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ അതില് അമൃതായനെയും കൂടി കൈയുണ്ടാവും. അവര് പറഞ്ഞെന്ന് പറയുമ്പോഴേ നമ്മൾ വിടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിടുകയില്ലല്ലോ. അപ്പൊ അന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട്, ഇവര് 3 മണി കഴിഞ്ഞാൽ എനിക്ക് സംശയം വരാൻ കാരണം എല്ലാ വണ്ടിയും പോകണം 3 മണി കഴിഞ്ഞാൽ വെളുപ്പിന്, ഇവനൊക്കെ മാത്രം അന്ന് രാത്രി കയറ്റി കൊണ്ടുപോകും. അപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നില്ല ആരാണെങ്കിലും. പക്ഷെ നമ്മളത് വെളിപ്പെടുത്താറില്ല. എന്താണ് ആശ്രമം വലുതാണ് എന്നാണ് ഇവര് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഗുരു വലുതാണ്, ഗുരു വലുത് തന്നെയാണ്. പക്ഷെ ഗുരു പറയുന്ന ഒരു കാര്യം ഇവര് നടപ്പിലാക്കില്ല. ഗുരു പറയണ കുറെയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. പക്ഷെ ഇവര് പറയണ ഒന്നും നമുക്ക് ആശ്വാസം കിട്ടും. നമുക്ക് എപ്പോഴും ആദ്യമായിരിക്കും പറയുന്നത്, എല്ലാത്തിനും ദോഷങ്ങളെ ഇവര് പറഞ്ഞുണ്ടാക്കുള്ളൂ. പിന്നെ അവര് പറഞ്ഞ ബിജുട്ടൻ മരിച്ചത് ആ കല്യാണം നടത്തിക്കൊണ്ടാണ്, അതൊക്കെ ഇവരോട് പറയും. നമ്മളോട് പറയുമ്പോൾ നമുക്ക് വിഷമം. പിന്നെ അവരെല്ലാം എല്ലാവരോടും പറയും, അത് ആ കല്യാണം നടന്നുകൊണ്ടാണ് അവന്റെ മരണം വന്നത് എന്നൊക്കെ അങ്ങനെയും പറയും. അപ്പൊ ഞാനൊക്കെ ഇവര് വിളിച്ചോണ്ട് പോയപ്പോഴാണ് എൻ്റെ മകൻ മരണം പെട്ടത്. ഇവര് കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ മകൻ പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംശയമുണ്ട്.
പിന്നെ ഇവര് നമ്മളെ കൊണ്ട് ഈ മരണശേഷം ഒക്കെ നമുക്ക് ഇവരെ കൊണ്ട് വിഷമങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കുറെ നാളൊക്കെ ഇവര് നമ്മളോട് സ്നേഹിച്ചു. ഇവന്റെ മരണം അങ്ങോട്ട് നമ്മ മറന്നു, നമ്മ മറക്കൂല, എല്ലാവരും ഒന്ന് മറന്നു കാണുമ്പോ ഇവര് നമുക്ക് ആ പഴയ സ്നേഹം കിട്ടാതെ ഒന്നും കിട്ടണില്ല. ഇപ്പൊ ഞാൻ കയറുമ്പോ ഇവരുടെ അടുത്ത് കയറുമ്പോ എന്തെല്ലാം സാധനമായിട്ട് ഇവരെ ഒന്ന് കാണാൻ കയറണം. അത് മേടിച്ച് അവിടെ വെച്ചിട്ട് നമ്മ പറയണതും കേൾക്കില്ല ഇവര്, നമ്മളൊന്ന് കാണാനും ശ്രദ്ധിക്കല. അങ്ങാടി ചെല്ലുമ്പോഴത്തേനും നമസ്കരിച്ച് പോയിക്കും. ഇതാണ് പറയുന്നത്. നമ്മുടെ ഒരു കാര്യം വിഷമങ്ങളോ ഒന്നും പറയാൻ തോന്നിയില്ല. പിന്നെ അച്ഛൻ അതുപോലെ ബ്ലോക്ക് വന്നു. ആദ്യം 2 ബ്ലോക്ക് അച്ഛൻ ആർട്ടിന് വന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ അനുഭവം മേടിക്കണം. പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞ് അച്ഛനോട് റെസ്റ്റ് ഇരിക്കുമ്പോൾ ഞാനും അച്ഛനും ഒക്കെ കൂടി കയറി അവിടെ ചെന്നു. കയറി കഴിഞ്ഞപ്പോൾ അച്ഛനും ഞാനും കൂടി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മകന്റെ മരണം അവർ മറന്നങ്ങാട്. കയറി കഴിഞ്ഞപ്പോൾ മാവന് എന്ത് വന്നു, മാവന് വയ്യാതെ ഇപ്പൊ കുറവുണ്ട്, ഒന്നും ചോദിച്ചില്ല. 2016 ഇത്. അപ്പൊ ഒന്നും മിണ്ടിയില്ല ഇവര്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, എടാ നമ്മ ഇത്രയും സന്തോഷമായിട്ട് അച്ഛനൊന്ന് കാണിക്കാനായിട്ട് വന്നിട്ട് അച്ഛനും വിഷമം തോന്നി. അച്ഛനോട് ഒരു വാക്ക് ചോദിക്കല, മാവനിപ്പോ എങ്ങനെയുണ്ട് മാമ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും. ഇതൊന്നും ചോദിച്ചില്ല ഇവര്. അതുവഴി ഇവിടെ വന്നപ്പോ അച്ഛൻ പറഞ്ഞ, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊണ്ടുപോകല്ല, ജെന്നിയുടെ വായിന്ന് വല്ലതും ചോദിച്ചേ, എനിക്ക് എന്താ ആയി, കുറവുണ്ട, ചത്ത, ജീവിച്ചാന്നൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ അച്ഛനോട് ഞാൻ പറയാം, അത് ചോദിച്ച് ഞങ്ങളോടൊക്കെ ചോദിക്കും, വിശേഷങ്ങളൊക്കെ തിരക്കും, ബാവട്ടാട് തിരക്കും എന്നൊക്കെ ഞാൻ അച്ഛനോട് പറയും. പക്ഷെ ഒരു ദിവസം ഞാൻ ബാവട്ടാട് പറഞ്ഞു, ബാവട്ട ഞങ്ങള് ജെന്നിയുടെ അടുത്ത് കയറിയപ്പോഴുണ്ടല്ലോ, 2016 ജെന്നി ഞങ്ങളോടും എന്നോട് മിണ്ടിയില്ല, പോട്ടെ. അച്ഛനോട് മാവൻ എന്തായെന്ന് പോലും ചോദിച്ചാണ്. നിനക്ക് വരാൻ തോന്നിയ അതിലൊന്നും ചോദിച്ചു. പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ അത് നല്ല പോലെ തട്ടിയിട്ടാണ് പറഞ്ഞത്. ജെന്നിയൊന്നും മിണ്ടിയില്ല എന്ന് ഇവൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ DGPക്കൊക്കെ അപ്പൊ ഇവന് ഈ ആശ്രമത്തിലെ എന്തോ കള്ളക്കളിയൊക്കെ ഇവന് മനസ്സിലായി. അപ്പൊ ആശ്രമത്തില് ഇവരുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ ഇത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ജീവനൊരു ഭീഷണിയൊക്കെ ഉണ്ട്, വധിച്ചു കളയുമെന്നൊക്കെ ഒരു ഭീഷണിയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തു. അവരൊറ്റക്കല്ല, ഞങ്ങൾ അമ്മയും മക്കളും എല്ലാവരും കൂടി തീരുമാനം എടുത്ത് നമുക്ക് DGPക്ക് പരാതി കൊടുക്കാം. നമുക്ക് നമ്മ ഇവിടെ വന്ന് കിടക്കുകയല്ലേ, ജീവനൊരു സുരക്ഷിത വേണമല്ല. നിനക്ക് എന്താ ഓരോ ആപത്ത് വന്നു കഴിയാലും ഒരു മോനെന്റെ നഷ്ടം വന്ന് പോകും. നിനക്കും കൂടി എന്തായാലും സംഭവിച്ച. അല്ല, ഈ മരിച്ചുപോയ മകന്റെ കൂടെ ഇവര് 4 പേരാണല്ലോ ഒന്നിച്ച് യാത്ര ചെയ്തെന്നാണ് വണ്ടിയില്. അപ്പൊ അതില് കാറിന്റെ പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ കാല് ചവിട്ടിയിരിക്കുന്ന ഭാഗം മുതൽ കംപ്ലീറ്റ് ലോറിന്റെ അടിയിൽ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇതില് കൂട്ടത്തില് 2 പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കി 2 പേർക്ക് ചെറിയൊരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിക്കാണ്ട് പോയ ആൾക്കാരല്ലേ ശ്രദ്ധിക്കുക, അത് നമുക്കറിയില്ലല്ലോ. അത് 4 പേര് ഇപ്പൊ മകൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ചെറിയ മകൻ ഉണ്ടായിരുന്നു. അത് ഈ മരിച്ച ഇവന്റെ കൂടെ ഒരെണ്ണം മരിച്ചെന്ന് പറഞ്ഞാൽ ഈ വണ്ടി പോയപ്പോ ഓടിക്കേറിയതാണത്. അയാൾക്കും ആലപ്പുഴ എത്തേണ്ട ഒരു ആളായിരുന്നു. അപ്പൊ ഈ വണ്ടി ആലപ്പുഴയിലോട്ടല്ലേ, അങ്ങനെ ഓടിക്കേറിയതാണ് ആ ഒരു മനുഷ്യനും. അതായത് ബിജു എന്ന് പറഞ്ഞ വിളിച്ചുകൊണ്ട് പോയ 2 പേരും രക്ഷപ്പെട്ടു. അവർക്കൊരു വിളിച്ചുകൊണ്ട് പോയ 2 പേരും അപ്പൊ രക്ഷപ്പെട്ടു. അതിന്റെ ഇടക്ക് ഞാനൊരു ദിവസം രക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ ഇടക്ക് കണ്ണൻ ഇങ്ങനെ ചന്ദ്രൂര് ജന്മഗ്രഹത്തിൽ അവിടെ വരാറുണ്ടെന്ന് ഞാൻ അറിയാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ട്, ഇവരോടൊന്നും പറയാനാ ഇവര് എന്താ പ്രതികരിക്കണം നമുക്ക് അറിയില്ലല്ലോ. ഈ കണ്ണൻ അവിടെ വന്നെന്ന് പറയും. അപ്പൊ ഞാൻ കാണാം കണ്ണനൊക്കെ ഭയങ്കര അപകടത്തിലായിരുന്നു എന്നാണ് എന്റെ അറിവ് അന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് അങ്ങാട്ട് ചെല്ലും, ഈ അബു എന്ന് പറഞ്ഞ അബു എന്ന് പറഞ്ഞ ആശ്രമത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നി. അപ്പൊ ഞാൻ കേടാ, ഇത് എന്റെ മകന്റെ കൂടെ പോയവനാണല്ലോ, ഇവന്മാരെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പൊ ഒന്നും കൂടി പുറകാട്ട് തിന്നപ്പോ അവൻ തന്നെയാണ്. അപ്പൊ പുള്ളി അത് തന്നെയാണ്, ഞാൻ കണ്ട ആള് തന്നെയാണ്. ഞാനിവിടെ വന്നിട്ട് മകനോട് പറഞ്ഞേ, ഇവനോട് ഞാൻ അത്രയും പറയല, നിങ്ങൾക്ക് തോന്നിയാണെന്ന് ഇവൻ പറയുന്നെങ്കിലാന്ന്. ഇവൻ അന്നേരം ഇവിടെ ഇല്ല. അപ്പൊ ബാവട്ടാ എടാ അബുവൊക്കെ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞല്ലോടാ, അവരൊക്കെ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ അബുവിനെ കണ്ടടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ അബുവാ, എന്നെ സമാധാനിപ്പിക്കാനൊക്കെ ചിലപ്പോ പറഞ്ഞത് അബുവാ. അബു ഞാൻ അവിടെ നിൽക്കുമ്പോ അങ്ങോട്ട് പോകണ്ട, ആശ്രമത്തിന്റെ അങ്ങാട് അമ്മച്ചിക്ക് തോന്നിയതായിരിക്കുന്നു. പക്ഷെ ഇവന്റെ ഉള്ളിലും തോന്നാറുണ്ട്, പക്ഷെ ഇവനും നമ്മളോട് വെളിപ്പെടുത്താൻ പറ്റണില്ല. അല്ല, നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നതേ ഇവര് പിന്നെ ഇവർക്ക് ഭയങ്കര സീരിയസ് ആണെന്നാ പറഞ്ഞിരുന്നത്. കൂടെ പോയ അബു കണ്ണൻ 2 പേര് അബുവിനും കണ്ണനെന്ന് നമ്മളറിയും ചേട്ടനെ വിളിക്കാൻ വന്നവര്. നമ്മളെ ധരിപ്പിച്ചേക്കണത് അവർക്ക് സീരിയസ് ആണ് എന്നും പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ അമ്മച്ചി പറഞ്ഞ പോലെ ഒരു ദിവസം ഇദ്ദേഹത്തിന്, ഈ അബു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനെ പിന്നെ പൂലം പ്രവേശിച്ച് ഞാനും കാണാണ്ടായി. അപ്പൊ ചെറിയൊരു നെറ്റിക്കൊരു ചെറിയൊരു
പാടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ കണ്ണന് ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞു. അപകടം ഉണ്ടായിരുന്നത്, പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് പറയുന്നത്, അന്നാണ് യഥാർത്ഥത്തിൽ ഇതിൽ നടന്ന സംഭവം അറിയുന്നത്. കണ്ണന്റെ പരിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടന്റെ ആക്സിഡന്റിലല്ല, ചേട്ടൻ മരിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷം ആണ് മുമ്പായിട്ട് കണ്ണന് വേറൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ ഒരു ഇതുണ്ട്. ഇതിൽ ഞാൻ ഇപ്പൊ ബിജു ചേട്ടൻ ഉണ്ടായ ആക്സിഡന്റിൽ അല്ലല്ല വിളിച്ചോണ്ട് പോയ രണ്ടുപേർക്കും ഒരു പരിക്കുമില്ല. ഒരു പരിക്കുമില്ല. ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരനാണ് മരിച്ചത്. വിളിച്ചോണ്ട് പോയ രണ്ടുപേർക്ക് ഒരു പരിക്കുമില്ല. തെളിവ് പോലും അവശേഷിപ്പിച്ചില്ല. കാരണം ഈ ബിജു ചേട്ടന്റെ കൂടെ പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും മരിച്ചോ. സംഭവിച്ചത് അറിയാൻ സാക്ഷിയുള്ളത് അദ്ദേഹം കൂട്ടുകാരനാണ്, അതായത് ബിജു ചേട്ടന്റെ കൂട്ടുകാരനാണ്. അയാൾ വണ്ടികൾ പോയ കൂട്ടത്തിൽ ഇതിന്റെ വണ്ടിയാണല്ലോ, ബിജുട്ടാണോ വണ്ടി കയറി, അങ്ങനെ പുള്ളി ചാടിക്കയറി ഈ വണ്ടിയിൽ, അങ്ങനെ അയാളും മരിച്ച് ഇവനും ആയി. അമ്മയ്ക്ക് ഇതല്ലാണ്ട് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങള് വേറെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? സംശയം എന്നൊക്കെ പറഞ്ഞ മൂത്തവൻ ഇങ്ങനെ പറയുമ്പോഴൊക്കെ എന്നോട് പറയും, പണ്ടത്തെ പോലല്ല ആശ്രമം. അപ്പൊ ഒരിക്കൽ മകനും പറയാറുണ്ട്, ആശ്രമം പഴയത് രീതിയൊന്നും അല്ല, അമ്മച്ചിക്ക് എന്താ അറിയാന്നൊക്കെ മരിച്ചുപോയ മകൻ പറയും. ഞാൻ പറയുമ്പോ ഇത്രയും പറയാൻ നിർത്തിക്കളെ, അമ്മച്ചിക്കൊന്നും അറിയാൻ പാടില്ല, ഇപ്പൊ പഴയ ആശ്രമമൊന്നും അല്ല. ഒരു ഈ മരിച്ചുപോയ ബിജുചേട്ടനും പറയുമായിരുന്നു ആശ്രമത്തിന്റെ കൊള്ളരായ്മയാണ്. പിന്നെ കല്യാണമൊക്കെ വന്ന് കഴിഞ്ഞ് വിഷമിപ്പിച്ചപ്പോഴൊക്കെ അവനും മനസ്സിലായി കല്യാണം എന്നൊക്കെ പറഞ്ഞ ഉഴപ്പി അവർ നടത്തുള്ളൂ. അതിക്കുള്ളേ പിന്നെ ഈ ഇപ്പൊ ഈ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഈ പറഞ്ഞില്ല, എന്റെ മൂത്ത ചേട്ടന്റെ മോൻ ന്യൂമോണിയ വന്നിട്ട് ഗോകുല ഹോസ്പിറ്റലായിരുന്നു. അന്നാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ആ ദിവസം ഇങ്ങനെ ന്യൂമോണിയ നടക്കുന്ന ദിവസം. അപ്പൊ ഈ ചേട്ടൻ എന്നെ അന്ന് അവിടെ വന്ന് ചേട്ടനും ഇവിടുത്തെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഈ ആശ്രമത്തിലുള്ള പിന്നെ ഡ്രൈവർമാരുണ്ട്, അവരുമായിട്ട് അവിടെ വന്നിട്ട് എന്നെ മാത്രം വിളിച്ചുകൊണ്ട് നേരെ താഴത്ത്, പിന്നെ ഗോകുലത്തിന്റെ ഏറ്റവും താഴത്താണ് ക്യാൻറ്റീൻ, അവിടെ പോയിരുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ അന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഗുരുമിത്ര സ്വാമിയുടെ ഓട്ടം ഇനി ഞാൻ പോണില്ല, കാരണം പുള്ളിയായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ബിജുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അന്നാണ് മരിക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചത് പിന്നെ അവര് തമ്മിൽ ഭയങ്കര ടൈപ്പ് ആയിരുന്നു. അപ്പൊ പറഞ്ഞ പുള്ളി എന്നെ പിന്നെ ആവശ്യമില്ലാത്ത ഓട്ടങ്ങൾക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല അടപ്പല്ലേ. അപ്പൊ ഏത് ഓട്ടം എന്നുള്ളത് ഞാൻ ചോദിച്ചോ, പുള്ളി പറഞ്ഞ് ഞാൻ അത് എൻ്റെ അടുത്ത് നാളെ പറയാമോ. ആ രാത്രി അപ്പൊ ഇത് പറയുമ്പോഴും പുള്ളിക്ക് ഫോൺ, ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും ഫോൺ വരുന്നുണ്ട്. ഫോൺ തന്നെ എവിടെ നിന്നാണ് കാരണം ഈ സമയത്തൊക്കെ ഈ പറയുന്ന സമയത്ത് പോലും ഇവിടെ ഈ കണ്ണനും അബുണ്ട് ഈ വീട്ടിൽ. ഇവിടെ അടുത്ത് പറഞ്ഞ ആ രാത്രിയാണ് ബിജുചേട്ടന് അപകടം സംഭവിക്കുന്നത്. അല്ല അന്ന് ആ പോണെന്ന്. അതാണ് ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ഞാനും എൻ്റെ ആ ചേട്ടനും കൂടി യാതൊരുവിധ എങ്ങനെ മൂത്ത ചേട്ടനെ പോലെ അല്ല, പുള്ളി കർക്കശക്കാരനാണ്. നമ്മുടെ ഇതുകൊണ്ടായിരിക്കാം ചെറുപ്പം തൊട്ടേ പുള്ളി എൻ്റെ മുമ്പിൽ സ്നേഹം എങ്ങനെ ഉണ്ട്, പ്രകടിപ്പിക്കൂല. അത് എൻ്റെ അമ്മച്ചി ഇരിക്കുമ്പോഴും അതേപോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് മരിക്കണതിന്റെ അന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞതാണ്. കാരണം ഗോകുലത്തെ വെച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പൊ പുള്ളി അന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഇദ്ദേഹത്തിന് ചുറ്റിക്കളിയുണ്ട് ഈ ഗുരുമിത്ര സ്വാമി. അപ്പൊ ആ പുള്ളി അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല പോലും എനിക്ക് അന്നേരം തോന്നിയതാണ് ആ ഓട്ടത്തിന് ഇയാളെ വിളിച്ചൊന്ന് പോകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇപ്പൊ ഡ്രൈവർ അല്ലായിരുന്നു ഈ മരിക്കുന്ന സമയത്ത്. പുള്ളി ഡ്രൈവർ പോസ്റ്റ് അല്ല, പുള്ളി കൺസ്യൂമറിന്റെ ഏതോ മാർക്കറ്റിംഗ് ഇത് സൂപ്പർവൈസറാ, മാനേജർ, അങ്ങനെ ആ ഒരു ലെവലായിരുന്നു നിന്നേച്ചത്. അപ്പൊ ഈ പിന്നെ മരിക്കണതിന്റെ അന്ന് ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഗുരുമിത്ര സ്വാമിയുടെ പേഴ്സണൽ ഓട്ടങ്ങൾക്ക് ഞാൻ ഇനി പോകുന്നില്ല. ഞാൻ കാരണം ചോദിച്ചാൽ പോയി അത് ഞാൻ പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് ഇവിടെ യാത്ര. ഈ കാര്യം സ്വാമിയുടെ അടുത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആശ്രമത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം അവർ തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ആ രാത്രിയിൽ അപകടം. തീർച്ചയായിട്ടും 3 മണി കഴിഞ്ഞ എല്ലാ വണ്ടിയും വിട്ട വണ്ടി ഈ വണ്ടി മാത്രം പോയത്, അതൊരു സംശയമില്ലേ. 3 മണി കഴിഞ്ഞാണ് അവരുടെ എല്ലാ വണ്ടിയും പോകാൻ അനുവാദം കൊടുത്തെന്നാ പറയണത്. ഇതൊക്കെ നമ്മളറിയണില്ല, നമ്മളൊക്കെ പിന്നീട്. ബിജുചേട്ടന്റെ മരണവും ആ മരണത്തിന് കാരണമായ അപകടവും അമൃത ജനനി കൂടി അറിഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല, ബിജുട്ടനെ മാത്രം കൊണ്ടുപോകുന്നു പറഞ്ഞ ആളെ വിടേണ്ട കാര്യമുണ്ടോ ഇവിടെ. ഇതില് പിന്നീട് അമ്മ ഒപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ? ഈ ബിജുചേട്ടന്റെ മരണത്തിലുള്ള ദുരൂഹത നീക്കണം അങ്ങനെ എന്തെങ്കിലും പരാതി? അന്നേരം ഒന്നും ഞാൻ കൊടുത്തില്ല. ഇവരെന്നാ പറഞ്ഞ വിശ്വസിപ്പിച്ചത് വേറെ രീതിയിലായിരുന്നു. പിന്നീട് ഇവര് പറഞ്ഞ പോലെ 10 സെന്റ് ഭൂമി വീടും ഇവർ വെച്ച് തന്നില്ല. ഇതുവരെ തന്നിട്ടില്ല. ചോദിക്കാം പിന്നെ കേട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവര് തട്ടാൻ പറ്റി. പിന്നെ ഇപ്പോഴും തന്നിട്ടില്ല. പിന്നെ
മകന്റെ മരണം അത് കഴിഞ്ഞപ്പോ അല്ല അച്ഛൻ ചോദിച്ചു, ഇടയ്ക്ക് അച്ഛന് വയ്യാണ്ടിരിക്കുന്ന നല്ല സമയത്ത് തന്നെ ചേട്ടനൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞത് ഇവിടെ ഒരു എക്സ്പോ നടത്തിയായിരുന്നു. എക്സ്പോ നടത്തിയപ്പോഴത്തേക്ക് സാമ്പത്തിക ടൈറ്റ് വന്ന്, അപ്പൊ ആ ടൈറ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവരോട് നേരിട്ട് ചോദിച്ചു, ഈ ഗുരുരത്ന സ്വാമിയോട് അദ്ദേഹത്തിനോട് ചിലപ്പോൾ ഇതൊരു കേസായി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ പുള്ളി അത് പറഞ്ഞോളൂ. കാരണം ഞാൻ നിരന്തരം വിളിച്ച് പുള്ളിയുടെ ഫോണിൽ വിളിച്ച് പുള്ളി പറയുന്നത് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയാറുണ്ട്. സ്ഥലവും വീടും വെച്ച് തരാൻ അതിനെ പുള്ളിക്കാരൻ പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയിരുന്നു. അല്ല ഞാൻ ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും കയറി ചോദിച്ചു. കാരണം ഈ വീട് സ്ഥലവും ആശ്രമത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഈ പറഞ്ഞ അമൃത ജെന്നിയോട് ചോദിച്ചാണ്. ജെന്നി ഞങ്ങളുടെ വീട്ടില് 3 ആൺപിള്ളേരാണ്. ഈ 3 ആൺപിള്ളേരിൽ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നമ്മുടെ നാട്ടിനുള്ളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇളയ മക്കൾക്കാണ് കുടുംബാവകാശം ഉള്ളത്. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു വീട് ഇപ്പൊ തന്നെ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്ഥലം കിട്ടി. ഇപ്പം മൂത്ത മരിച്ച ചേട്ടനാണെങ്കിലും പുള്ളിയുടെ പിന്നെ നല്ല പിന്നെ അത്യാവശ്യം അവര് സ്വർണ്ണവും ഇതൊക്കെ കൊടുത്ത കാശൊക്കെ കൊടുത്താണ് ആ പെണ്ണെ കിട്ടിയത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ ഒരു ഇടമുണ്ട്. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒരു പിന്നെ വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് ഇത്ര സ്വർണ്ണം വേണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്ന് പറയുമ്പോൾ ആ വീട് സ്ഥലവും കൂടി ആങ്ങളെയും പെങ്ങളുടെയും പേരിലാണ്. പക്ഷെ അത് വർഷങ്ങളെടുക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ നിന്നൊരു ഇത് വരാൻ. ഇപ്പം ഞാൻ പെരുവഴിയിലാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കാണ് ഇതിന്റെ ദോഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇവിടെ വീട് സ്ഥലവും അച്ഛനും അമ്മക്കും പിന്നെ അച്ഛനും അമ്മയുടെയും പേരിൽ അവിടത്തെ എത്ര സെന്റ് സ്ഥലമുണ്ട് 10 സെന്റ് സ്ഥലം നല്ലൊരു വീട് വെച്ചു കൊടുക്കുക. കൂടാതെ അച്ഛനെ എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അച്ഛൻ്റെ മരുന്ന്, അച്ഛൻ്റെ ജോലി, അച്ഛന് വേണ്ട സാമ്പത്തിക സഹായം എല്ലാം കൊടുക്കാന്നാണ് എന്നോട് അവർ പറഞ്ഞിരുന്നത്. കൊടുത്ത് 2016 ഫെബ്രുവരി മാർച്ച് ആ മാസം വരെ കൊടുത്തു. പിന്നെ ഇങ്ങാട് അച്ഛന് ശമ്പളവും ഇല്ല, പിന്നെ മരുന്നുമില്ല, ഒന്നുമില്ല, മൊത്തം ദ്രോഹമാണ്. പിന്നെ 2005 സ്വന്തം വീടും പറമ്പും ആശ്രമത്തിന് കൊടുത്ത് ഇങ്ങോട്ട് വന്ന നിങ്ങൾക്ക് ഇതുവരെ വീട് സ്ഥലം വെച്ചില്ല. 2003 കൊടുത്താണ്. പിന്നെ തന്നിട്ടില്ല, ഇന്ന് വരെ തന്നിട്ടില്ല. വീടോ സ്ഥലമോ തന്നിട്ടില്ല. ഇവിടെ വന്ന് നിൽക്കുകയല്ല. അപ്പോഴാ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴും മകന്റെ മരണം അതൊക്കെ കൊണ്ട് നമ്മ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയും പിന്നെ സാമ്പത്തികം കൊണ്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ആകട്ടെ എന്നൊക്കെ പറയും. അതും ഈ സ്ഥലം വീട് എഴുതിയത് ആരുടെ പേരിലാണ്? ജെന്നിയുടെ പേരിലാണ്. അമൃതാജന്റെ പേരിലാണ് വീട് മേടിച്ചത് അവര്. അപ്പൊ നമുക്ക് വീടുകളും തരാന്ന് പിന്നെ നമ്മ അത് വിട്ടങ്ങാട് തരുവല്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കും, അന്നേരം അവര് അത് ഒഴിഞ്ഞു മാറും. പിന്നെ അത് കഴിഞ്ഞപ്പോ തൊട്ടാണ് പിന്നെ ഈ മകന്റെ ഈ കേസ് വന്ന് ഞങ്ങളിവിടെ അച്ഛന് സ്റ്റോക്ക് വന്ന് 1 ലക്ഷം തളർന്നു. കരുണാകര സ്വാമിയുടെ വേറെ അമ്മാവന്റെ മകനാണല്ലോ അച്ഛൻ. ഇതുപോലെ അതെ, ഇതേപോലെ എല്ലാരെ സ്വത്തും അവരെഴുതി വാങ്ങിയോ? വേറെ ആരെങ്കിലും? അല്ല, അതിനുശേഷേ അത് പറഞ്ഞുതരാം. ഇത് ഞങ്ങൾക്ക് കിട്ടിയ 8ന്റെ പണിയാണ്. കാരണം ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് ഞങ്ങളാണ്. അപ്പോഴും അച്ഛന്റെ മൂത്ത ചേട്ടന്മാര് അനിയന്മാരും പറയാൻ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾക്ക് ഇത് അവസാനം ഏണിയാവട്ടെ എന്ന് അവർ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ അന്നത്തെ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഇതങ്ങാട് ഭയങ്കര ഇത് ചെയ്തു. അച്ഛൻ അപ്പോഴും ഇപ്പോഴും എതിർപ്പാണ്. ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്നെ ചീത്ത പറയണത്. കാരണം ഞാൻ എന്നെ ഇവര് പിന്നെ തൂങ്ങിച്ചായ പിന്നെ ഇത് എഴുതി കൊടുത്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞാണ്. അല്ല, എന്നോട് പറയിപ്പിച്ചാണ്. അച്ഛൻ 50 മില്യൺ എടുക്കില്ല. അച്ഛൻ പറയണ വെച്ചാൽ എന്റെ നാട് വിട്ട് ഞാൻ പോകില്ല, ഞാൻ ഉണ്ടാക്കിയ വീട് സ്ഥലം ഞാൻ ഇത് വിൽക്കത്തില്ല, മരിക്കണമെങ്കിൽ ഞാൻ പറയും. അപ്പോഴത്തേക്ക് ഇവര് അവസാനം കണ്ടത് ഞാൻ ഇവിടെ നിൽക്കല്ലേ, എന്നെ പിടിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഫോണിലൂടെ ബന്ധപ്പെടണത് ചേട്ടനായിട്ട്. അപ്പൊ പറഞ്ഞേ പിന്നെ മോനൊരു കാര്യം ചെയ്യും, അച്ഛനെ വിളിച്ചിട്ട് പറയണം ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് വന്ന് ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ഒരു ആല് നിൽക്കുന്നുണ്ട്. അവര് വ്യക്തമായിട്ട് പറഞ്ഞ ആലിൽ കെട്ടുന്നെങ്കിൽ ചാവെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എന്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ എത്തിയില്ലെങ്കിൽ നാളെ എന്റെ ശവോലിയും കാണാൻ പോകണമെന്നോ. ഇത് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലമാണോ ഇത്? ഇപ്പൊ ഈ എറണാകുളത്ത് പറയണ എങ്ങനെയാണ് അതിന്റെ വാല്യൂ ഉള്ളത്? അല്ല, മാർക്കറ്റ് അതല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയന്മാര്, ചേട്ടന്മാര്, അവരുടെ മക്കള്, പിന്നെ ഗുരുവിന്റെ കുടുംബം അടുത്തടുത്താണ് കിടക്കുന്നത്. പക്ഷെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റും ഇത്രയും വീടുകളും അങ്ങനെ ഇത്. അപ്പൊ നമ്മളെ അവിടെ നിന്ന് മാറ്റിക്കുക. ഇപ്പൊ ഗുരുവിന്റെ വീട്ടിലെ ബന്ധുക്കളാ പല ആൾക്കാരും നമ്മളെ കാണുമ്പോഴത്തേക്ക് പിന്നെ ഗുരുവിന്റെ വീട്ടിലല്ലേ, അപ്പൊ അവർ 10 പേര് കാണുമ്പോഴത്തേക്ക് ആ 10 പേരും നമ്മളൊരു മാനിക്കും. അപ്പൊ എന്ന് പറയുമ്പോ ഗുരുവിന്റെ ആ വീടെന്നുള്ള അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത്ര ഈ പരിപാടി. നമ്മളെ എഴുതി വാങ്ങിയ സ്ഥലമായിരുന്നു ഗുരുവിന്റെ വീട്. അല്ലല്ല,
അച്ഛന് അത് പറഞ്ഞേക്കാം, അത് വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. അത് ആദ്യം കൊടുത്തു. ആദ്യം കൊടുത്തു. അത് ഇവര് ഇഷ്ടദാനം കൊടുത്താണ്. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഗുരു ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഗുരുവിന്റെ പേരിക്ക് അതിന്റെ അപ്പുറത്തേക്ക് മാറി അതാണ് ഇന്ന് പിന്നെ ഗുരുവിന്റെ വീടായിട്ട് ജന്മഗൃഹമായിട്ട് ഒരു ആശ്രമമുണ്ട് ചന്ദ്രഗിരി. അതായത് ഗുരുവായിട്ട് ബന്ധപ്പെട്ട 2 വീടും ആശ്രമം എഴുതി മേടിച്ചു പിന്നെ അല്ലേ? ഒന്ന് ആദ്യം ഗുരു ജീവിച്ചിരിക്കുമ്പോ, രണ്ടാമത്തത് ഇപ്പൊ. അത് അച്ഛന്റെ വസ്തുവല്ലേ? അതെ. ആ അല്ല, ഗുരുവായിട്ട് ബന്ധപ്പെട്ടത്, അത് സ്വാമിയായിട്ട്, ഈ കരുണാകര സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഈ 2 വസ്തുവല്ലേ? 2 വർഷത്തെ തറവാടാണ്. അല്ല തറവാടേ അതാണ് ഗുരുവിനെ പ്രസവിച്ചതൊക്കെ ആ വീട്ടിലാണ് ആദ്യം കൊടുത്തത്. ആദ്യം കൊടുത്തത്. അത് ഗുരു ജനിച്ച വീട് തന്നെ. അപ്പൊ അത് അവര് ഇവരെല്ലാരും കൂടി അച്ഛനും ചേട്ടന്മാരെയൊക്കെ ഇഷ്ടതാണ്. വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജനിച്ചതല്ലേ ഇത്ര വലിയൊരു ഗുരു എന്നുള്ള രീതിക്ക് അവരത് സ്വയം അറിഞ്ഞുകൊണ്ട് ഗുരുവിനെ കൊടുത്തത്. ആദ്യം കൊടുത്തു. പക്ഷെ ഇവര് ഇപ്പൊ അച്ഛൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ ഉണ്ടാക്കിയ വീട്, തന്നെ അത് ഇവര് ഇവിടെ വെച്ചിട്ടാന്ന് പറഞ്ഞാൽ മേടിച്ചേക്കണത്. അത് വെച്ചിട്ടില്ല. പിന്നെ അല്ലാണ്ട് ഒരു വയലുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞു, ആ വയലിന്റെ പ്രമാണം മേടിച്ച് ഇവര് ചൈതന്യസ്വാമി പണയം വെച്ചേക്കുന്നു. ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിൽ അച്ഛൻ കൊടുത്തേക്കണ വസ്തു ഇവര് പല ആൾക്കാരോട് പറഞ്ഞേക്കുന്നത് കാശ് കൊടുത്ത് വാങ്ങിയെന്നാണ്. കാശ് കൊടുത്താലെന്നുള്ള അച്ഛന്റെ വസ്തുവിന് അച്ഛനല്ല കാശ് കൊടുക്കേണ്ടത്. അതായത് വസ്തുവിന് ഇവര് കാശ് തന്നിട്ടില്ല. ഇവര് പറഞ്ഞേക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് സ്ഥലം മേടിച്ചിട്ടെന്ന് പറഞ്ഞു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പറ്റിച്ചു മേടിച്ചു. പറ്റിച്ചു മേടിച്ചാണ്. അച്ഛനെ പറ്റിച്ചു മേടിച്ചാണ്. അച്ഛനെ എന്നെ എന്നല്ല ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ ഞാൻ പണിയെടുത്ത് എന്താ കാശ് അതെ, അത് തന്നെ പറഞ്ഞത് അച്ഛനെ പറ്റിച്ചാണ്. ആശ്രമം പറ്റിച്ചു. പറയണത് തന്നെന്നാ പറഞ്ഞത്. ഇവര് നാട്ടുകാരോട് മൊത്തം പറയുന്നത് നമുക്ക് പൈസ തന്നിട്ടില്ല. അത് തന്നെങ്കിലേ നമുക്കറിയാം. സമർപ്പിക്കാൻ പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച അതും ജെന്നിയുടെ പേരിലാണ്. പിന്നെ രാഷ്ട്രീയ സമർപ്പിക്കാൻ പറയുമ്പോഴത്തേക്കും അവര് പറയുന്ന ഒരു വാക്കുണ്ട്, 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടും. ഈ പറഞ്ഞ കാര്യമാണ് വെച്ചാൽ 10 സെന്റ് സ്ഥലവും അച്ഛന്റെ പേരില്, അമ്മയുടെ പേരിൽ 10 സെന്റ് സ്ഥലവും, അച്ഛന്റെ പിന്നെ ജോലി, അച്ഛന്റെ വൈദ്യസഹായം, അച്ഛനെ ഇവിടെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാന്നുള്ള രീതിയിലാണ് അച്ഛനോട് കൊണ്ടുപോകുന്നത്. ഈ 2017 മകന്റെ ദിവസം ഒന്നില്ലേ, അത് മംഗളം പത്രത്തിൽ 2017 ഫെബ്രുവരി 5 ഞങ്ങൾ അത് അറിയണത്. അവിടെ ഇരുന്ന് നമ്മള് ഇതറിഞ്ഞപ്പോ ഞങ്ങൾ അച്ഛനെ തെറ്റി ആംബുലൻസിന്റെ അനിയത്തിയും ഞാനും ഈ മരിച്ചുപോയ മോന്റെ ഭാര്യയും ഞങ്ങൾ അനിയന്മാരുടെ 2 മക്കളൊക്കെ കൂടി ഞങ്ങൾ ഇവിടെ പോന്നുങ്ങാണ്ട് അച്ഛനായിട്ട് പോന്നു കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അന്ന് തന്നെ ആ സ്വന്തം ഫ്രണ്ടിൽ പോയി ധർണ നടത്തി. അന്നേരം ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഒരു മകനെ 2009 വിളിച്ചിറക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് നേരം എടുത്തപ്പോൾ എനിക്ക് ശവമാണ് കിട്ടിയത്. എൻ്റെ മകനെ കൊന്നാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അവിടെ വെച്ചാൽ. അന്നാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. ഈ 2009 നടന്ന സംഭവം ഈ മകനെ കുടുക്കിയപ്പോൾ അതുപോലെ എൻ്റെ ഈ മൂത്ത മകനെ ഒരു തെറ്റും ചെയ്യാത്ത മകനെ കള്ളക്കേസി കുടുക്കിയേക്കണം, എൻ്റെ വീട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്രമം തുന്നിയേക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒച്ചനെ വിളിച്ചു പോയി. അപ്പൊ അച്ഛനുണ്ട്, അച്ഛൻ ആംബുലൻസിൽ കയറ്റിയപ്പോ അപ്പത്തിന് പോലീസും പണ്ട് ഒരു 5-8 പോലീസ് വണ്ടിയൊക്കെ വന്ന് വനിതാ പോലീസ് ഒരുപാട് പോലീസൊക്കെ വന്ന് അവിടെ വന്ന് വെച്ച് ഞങ്ങൾ എടുത്തിട്ട് വന്നു. എന്നുവെച്ച് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്, മരിച്ചുപോയ ഭാര്യയുണ്ട്. വന്നപ്പോ ഞാൻ പറഞ്ഞ് പിന്നെ ഞങ്ങളോട് ഒന്നിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പരാതി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി എഴുതിക്കോളെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്റ്റേഷനിലോട്ട് അന്നേരം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിക്കാന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ ഇവിടെ വയ്യാത്ത അച്ഛനെയൊക്കെ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ പേരെടുത്തിട്ട് വയ്യാത്ത അച്ഛനെ കൊണ്ടുവന്നിട്ട് വെച്ചും നിങ്ങൾ ഇവിടെ വെള്ളം ഉണ്ടാക്കണതിന്റെ. അപ്പൊ ഞാൻ അച്ഛനും വയ്യാതെ കിടക്കില്ല, ആംബുലൻസിനകത്ത് കിടക്കുകയാണ് അച്ഛൻ. ആംബുലൻസാണ് 13,000 രൂപ ഞങ്ങൾ ഇവിടെ ആംബുലൻസിന് ഇവിടെ വന്ന് പോകുന്നവർക്ക് അവർക്ക് എണ്ണിക്കൊടുത്തപ്പോ. അപ്പൊ ഞങ്ങൾ ധാരണ നടത്തി. ഞങ്ങൾ ഇത് പറയാൻ തന്നെ നമ്മുടെ മകനൊന്ന് ഒളിവിലിരിക്കുകയാണ്. എറണാകുളം എന്ന് പറഞ്ഞില്ലേ, അവൻ ഇവിടുന്ന് പോയ ഒളിവിലാണ്. അവൻ 5-ലാണ് ഞാൻ ഈ മംഗളപാട്ട് മോശമായ രീതിയിലുള്ള വാർത്തകളാണ് ഇട്ടേക്കുന്നത്. അന്ന് അവനെന്ന് പറഞ്ഞ ഒരു പെൺപിള്ളേരെ പോലും കണ്ടുകൊണ്ട് പോലും നോക്കാത്തൊരു ചെക്കനാണ്. അപ്പൊ നമുക്ക് അതിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എറണാകുളത്ത് അത് കഴിഞ്ഞിട്ട് ഈ 2017 ഫെബ്രുവരിയിൽ അച്ഛൻ ശമ്പളം ഇട്ടതാണ്. അപ്പൊ ഈ മകന്റെ ജോലി കളഞ്ഞ് ഇതിന്റെ ഭാര്യയുടെ ജോലി കളഞ്ഞ് എല്ലാത്തിനും മാറ്റി. മൂത്ത മകന് ജോലിയില്ല. അച്ഛന് ഫെബ്രുവരിയിൽ തന്നു. ആ മാസം ഫെബ്രുവരി 2017 ഫെബ്രുവരിയിൽ തന്ന കാശാണ്. ഇപ്പൊ 18 ആ ഫെബ്രുവരി പിന്നെ തൊട്ട് 10 പൈസ അച്ഛന് കൊടുക്കുകയില്ല. ശമ്പളവും ഇല്ല, ഒന്നുമില്ല. മക്കൾക്ക് ജോലിയില്ല. അച്ഛന് മരുന്ന് മേടിക്കണം. എത്ര സൈസ് ഗുളിക? 8 സൈസ് ഗുളിക അച്ഛനെ കഴിക്കണം. ഭക്ഷണം കഴിക്കണം അച്ഛന്. മക്കൾക്കൊന്നും ജോലിയില്ലാതെ മക്കളെയൊക്കെ വിട്ടു. 2 അനിയന്മാരുടെ മക്കളെയും പറഞ്ഞു വിട്ടു. അത് കണക്കൊക്കെ നാട്ടിലേക്ക് പോയേക്കാണ്. അതവരൊക്കെ എൻ്റെ അടുത്തായിരുന്നു, അവരെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഇത്രയും വിഷമിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇവര് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്ക് പോയി 3 ലക്ഷം രൂപ ഫിസിയോതെറാപ്പി 6 മാസം ചെയ്ത് എന്റെ വീട്ടിൽ അവിടെ നിന്ന് ചെയ്ത് അച്ഛൻ നല്ലപോലെ നടന്ന് ഇവിടെ വന്നതാണ്. ഈ ഒരു വിഷമം ഇവിടെ വന്നതല്ല.
അച്ഛൻ ഇപ്പൊ പയ്യെ ആയി വേണം ഒരു 5 പൈസ മനുഷ്യന് കൊടുക്കാല്ല. ഒരു എന്നെ അച്ഛനെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാന്ന് പറഞ്ഞു എന്റെ മകന്റെ മരണത്തെ പറ്റി പറഞ്ഞിട്ട്. അമ്മ വിഷമിക്കണ്ട, നമ്മുടെ മകൻ മരിച്ചാൽ അമ്മ ദുഃഖിക്കണ്ട, അമ്മനൊക്കെ അച്ഛനും ജീവിതകാലം മുഴുവനും അമ്മേനെ അച്ഛനെ ഞങ്ങള് നോക്കിക്കോളാം. അവൻ നോക്കണേന് നല്ല ഇച്ചിരി കാര്യമായിട്ട് നോക്കണവനായിരുന്നു. അവൻ നോക്കണ കാര്യപ്പെട്ട് ഞങ്ങൾ നിങ്ങളുടെ മരണം വരെ ഞങ്ങൾ നോക്കിക്കോളാം, മക്കളെ ഒന്നും നിങ്ങളെ ആശ്രയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് വാക്കുകൊണ്ട് നമ്മളെ അവര് പറയുന്നില്ലാതെ ഈ 2016 DGP-ക്ക് 16 17 ഈ കേസ് വന്നേക്കണേ. DGP-യുടെ വരാതെ അന്വേഷണത്തിൽ വന്നതിന് ശേഷമാണ് ഇത് അതൊക്കെ ഒതുക്കി വെച്ചേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 17 തൊട്ടിങ്ങാട് 18 എത്ര മാസം ഈ ഫെബ്രുവരി 2 വർഷം അച്ഛൻ 10 പൈസ കൊടുത്തിട്ട് അച്ഛൻ മരുന്ന് വാങ്ങണം. ഇപ്പൊ ഞാൻ ഓരോരുത്തരൊക്കെ തെണ്ടിയാണ് മരുന്നിനൊക്കെ കാശ് കൊടുക്കാൻ അനിയത്തിമാരടക്കം. അവരൊക്കെ വിശ്വാസികളൊന്നുമില്ല. അവരൊക്കെ എന്നിട്ട് ചീത്ത പറയും, എന്തിനാണ് എല്ലാം കൊടുത്ത് പോയച്ചു ഇപ്പൊ മരുന്ന് മേടിക്കാൻ നോക്കിയുണ്ട്, ആര് തിരക്കണ്ട ആശ്രമത്തിൽ നിന്ന് ചേട്ടനെയൊക്കെ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ അവർ ചീത്ത പറയണ്ട. നമ്മൾ അതും നമ്മൾ കേൾക്കാണ്ട് ഈ മനുഷ്യനെ അങ്ങനെ മരണം വരെ ഇവർക്ക് നോക്കാണ്ട് എല്ലാം നോക്കണ്ടേ ഇവര്. അച്ഛൻ്റെ വയ്യാത്തതാണ്, അവർക്ക് മരുന്ന് മേടിക്കേണ്ടതാണ്. ഒരു 10 പൈസ ഇപ്പൊ 2 വർഷം ഫെബ്രുവരി വരുമ്പോ 2 വർഷം അച്ഛന് ഒരു 5 പൈസ ഇട്ടിട്ട് അത്രക്ക് വലിയ ഇവിടെ കേസ് കൊടുത്തേക്കാണ് ലേബർ ഓഫീസിൽ. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോ 3-ാം തീയതി വെച്ചേക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം, ഈ ചേട്ടന്റെ ഈ കേസ് നടക്കുന്ന സമയത്ത് പിന്നെ കേരള കൗമുദിയിൽ ഈ ചേട്ടന് അന്നേരം ഒളിവിലാണ് അവസ്ഥ. അപ്പോഴത്തേക്ക് ആ കേസ് നടന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുരിക്കുമ്പുഴയിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. അതും പിന്നെ പ്രഗ്നൻ്റായിട്ട് എന്തോ രീതിയിലാണ് ഇതായത്. ഈ അതില് കേരള കൗമുദി എന്ന് പറഞ്ഞ ഓൺലൈനിൽ ഒരു ഇത് വന്ന് വീഡിയോ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്നടുത്ത് ഇന്ന പോലെ എല്ലാം പറയുന്നത് കറക്റ്റാണ്. പേരും പറഞ്ഞ രാജേഷ് എന്നാണ് പറഞ്ഞത്. വീഡിയോ കാണിക്കണത് പ്രതിനെ പിടിച്ചു എന്ന് കാണിക്കുന്നത് ചേട്ടന്റെ ഫോട്ടോയാണ്. കാരണം ഈ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ വെച്ച് എടുത്ത ഫോട്ടോയാണത്. പക്ഷെ ആ വീഡിയോയിൽ പ്രതിയെ പിടിച്ചു, ഒളിവായിരുന്ന പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ വീഡിയോ കാണിക്കണം. പിന്നെ അതേപോലെ അരൂര് മംഗളത്തിൽ വന്ന വെച്ചാൽ ആരോ എവിടെ ഒരു പീഡനം നടന്നു, അതിന്റെ പ്രതിയുടെ ഫോട്ടോയും എല്ലാം കറക്റ്റ്. ഫോട്ടോ കാണിക്കണം മൊത്തം ചേട്ടന്റെ. അതിന്റെ ആ ഒരു CD ആണ് ഇപ്പൊ. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഭയങ്കര വിശ്വാസമായിരുന്നു. അടക്കം കൊണ്ട് പുള്ളിക്ക് ഇവിടുത്തെ ഒരുമാരപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. നമ്മുടെ വീട്ടിന്റെ അകത്തൊന്നും കയറി ഇറങ്ങി നടക്കില്ല. ഇവന് എല്ലാ സ്ഥലത്തും പോണം. അത് കാരണം ഇവന് കുറെ അല്ല, ഇത് സമാന രീതിയിൽ പാലക്കാട് ഉള്ള ഒരു കുടുംബം ഇതേപോലെ വസ്തുവകകൾ പൂർണ്ണമായിട്ട് എഴുതി കൊടുത്ത് വർഷങ്ങളോളം ആശ്രമത്തില് അന്തേവാസികളായി ജീവിച്ചിട്ട് അവർക്കും ചതി പറ്റിയിട്ടുണ്ട്. ആ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അവരെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അവർക്കും പൂർണ്ണമായിട്ട് അവരുടെ അമ്മയ്ക്ക് ഒരു മരണം സംഭവിച്ചു. ആ അമ്മയ്ക്ക് സംഭവിച്ച മരണം ഈ ആശ്രമത്തിൽ നിന്ന് സംഭവിച്ചൊരു കൈപ്പിഴയായിട്ടാണ് അവര് വിശ്വസിക്കേണ്ടത് ഇപ്പോഴും. അപ്പൊ അവരും അച്ഛനും പിന്നെ ആംഗ്ലയാണ് ഇപ്പൊ ഉള്ളത്. ആംഗ്ലയും ഫാമിലിയൊക്കെ വേറെയാണ്. അപ്പൊ അവരുടെ ഇതേ സമാന രീതിയിൽ അവരുടെയും സ്വത്തും മുതലും ഇയാൾ തട്ടിയെടുത്ത രൂപത്തിൽ തന്നെയാണ് അവരും പറയുന്നത്. കാരണം ആദ്യത്തെ സ്ഥാപക ഗുരുവിന്റെ ലക്ഷ്യങ്ങളല്ല ഇപ്പൊ അവിടെ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് പുറമേ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ പക്ക 5 സ്റ്റാർ, അതായത് പഞ്ചനക്കണം അവിടെ നടക്കുന്നത് എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ അവിടെ നിന്ന് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിദേശികളും മറ്റുള്ളവരും വരുന്നു ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ പേരിലും. അതുപോലെ ഇവിടെ ബന്ധപ്പെട്ട് വരുന്ന പല രോഗികളെയും ഹൈദരാബാദ് ഇതുപോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന ആശുപത്രിയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചേട്ടന് വല്ലതും അറിയാം? അതായത് ഇപ്പൊ ഇവിടെ അല്ല, ഇതിന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഏകദേശം ശരിയായിരിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇടക്ക് പിന്നെ രാജപാളയം അവിടെ ഒരു ഇതിന് വിടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ രാജപാളയത്തുള്ള ഡോക്ടർ ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹം പിന്നെ ഇവിടെ ഏതൊരു കേസ് കോഴിക്കോട്, അതായത് എനിക്ക് കറക്റ്റ് ഞാനത് അതിന്റെ റിപ്പോർട്ട് അതിന്റെ കോടതിയുടെ കോപ്പി തന്നിട്ടില്ല. അത് അവിടെ ആ കോടതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുന്നത് ഈ അബോർട്ട് ചെയ്യണതിന്റെ വിഷയം പറഞ്ഞപ്പോ ഞാനിത് ശാന്തിഗതിയില് പുള്ളി ഉപയോഗിച്ച വാക്കുകളത് ജന്യന്നല്ല ഉദ്ദേശിച്ചത്, ജന്യമാരൊന്നല്ല. ശാന്തിഗതിയില് ഇത് വേറെ വാക്കുകളെ ഉദ്ദേശിച്ചത് അവരെ ചെയ്തിട്ടുണ്ടെന്നോ.
അല്ല ഇപ്പൊ അവിടെ അവയവ മാർക്കറ്റ് പോലും നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പോലും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ പേഷ്യന്റ് ആയിട്ട് വരുന്ന വിശ്വാസികളാണ്. ഈ വിശ്വാസികള് ഈ ജനനിയോ പറയുന്ന കേട്ടിട്ട് എന്തും അവര് അനുസരിക്കുക അവര്. ആ അനുസരിക്കുന്നത് മുതലെടുത്തിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ആശുപത്രികളുമായിട്ട് ഈ ഇപ്പത്തെ ഗുരുവായിട്ടുള്ള ഈ ഗുരുരത്നത്തിന് എന്തോ ബന്ധമുണ്ട്, വാണിജ്യപരമായിട്ട് ബിസിനസ് പരമായിട്ട്. അപ്പൊ അങ്ങനെ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതില് ഇപ്പത്തെ അവസാന അവസ്ഥ എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ ഒരു ആവശ്യം എന്താണ് ഇപ്പൊ ഈ ഒരു സംഭവം? എന്റെ ആവശ്യം എന്ന് പറയണത് എന്റെ മകന്റെ മരണത്തിന്റെ ഒരു എന്തുണ്ട്, എനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ അച്ഛൻ ഇത്രയും നാളെ അച്ഛൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ, മക്കളെ തിരക്കാവുന്ന മക്കളൊക്കെ ഒരു ജോലിയിൽ നിന്ന് മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഞങ്ങൾ തിരക്കും. വീട് സ്ഥലം കൊടുത്ത് ഞങ്ങൾക്ക് വീട് സ്ഥലം തരാമെന്നും പറഞ്ഞ് വീട് സ്ഥലം 10 സെന്റ് സ്ഥലവും വീടും തരാമെന്ന് പറഞ്ഞു. അതില്ല. ഞങ്ങളുടെ അച്ഛനോട് എന്നോട് വേണം പറഞ്ഞേക്കണം. മാവന് ഞാൻ മുൻകൈ എടുത്ത് ചെയ്തു തരാമെന്ന് അവരുടെ തന്നെയാണ് പറഞ്ഞത്. അത് തന്നിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളിവിടെ ഒരു വീട് പെണ്ണിന്റെ സ്ഥലത്ത് കിടക്കാനുണ്ട്. അത് ഒരു ഉറപ്പൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ അച്ഛന് മരുന്നിന് നിവൃത്തിയുണ്ട്, മരുന്ന് കൊടുക്കണം, അച്ഛന് ഭക്ഷണം കൊടുക്കണം, മരിക്കണവരെ കൊടുക്കണം, നമ്മളൊന്ന് നോക്കണം. കുടുംബമൊന്നുമല്ലല്ലോ തിരുമ്പി കൂട്ടി നമുക്ക് കളയാനായിട്ട്. അതേ എനിക്ക് ഉള്ള വിഷമം, ഭയങ്കര വിഷമമാണെന്ന് വെച്ചാൽ ഈ തന്തേനെ ഈ രീതിയിലാക്കിയത് ഈ ആശ്രമമാണ്. ഈ ഗുരുരത്നസ്വാമി ജന്യം കൈയുണ്ട്, ഒരാളെ തന്നെ ഞാൻ പറയില്ല. ഗുരുമിത്രസ്വാമി, ഗുരുരത്നസ്വാമി, ചൈതന്യസ്വാമി, അമൃതാജന്യം, ബാക്കിയുള്ള സ്വാമിനെയൊക്കെ ഞാൻ പറയണില്ല. ഇവരൊക്കെ ഞങ്ങൾ തിരക്കിക്കോളാം, അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗുരുമിത്രസ്വാമി എൻ്റെ മകൻ മരിച്ചിട്ട് ഒരാഴ്ച വരെ ചന്ദ്രന് കിടപ്പായിരുന്നു. ഇങ്ങാരി അത്രക്ക് വിഷമമായിട്ടാണെന്നാണ് ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞാണ് അങ്ങാരി. ഇപ്പൊ ഞാൻ സ്വാമി എന്ന് പറയണില്ല, എന്നോട് പറഞ്ഞാണ് അമ്മ വിജുട്ടൻ മരിച്ചിട്ട് എനിക്ക് ഒരാഴ്ച എനിക്ക് പൊങ്ങാൻ പറ്റിയില്ലമ്മ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു എൻ്റെ മകന്റെ മരണം അത്രക്ക് താങ്ങാൻ പറ്റാഞ്ഞിട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇവന്മാരൊക്കെ ചതിയന്മാരാണ്. ഈ തന്തേനെ ഈ രീതിയിലാക്കിയേക്കണ അവരാണ്. ഈ തന്തയുടെ ആവതുള്ള സമയത്ത് മുഴുവൻ ആശ്രമത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി ജീവൻ വെച്ചത്. അങ്ങനൊരു ആ ബ്ലോക്ക് വന്നിട്ട് അച്ഛൻ ഡെയിലി പോയി അവിടെ പോയി നോക്കും. തേങ്ങ വെട്ടിക്കാനൊന്നും ചെല്ലുമ്പോ പിന്നെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ സ്വാമി ഉണ്ടേ. ആ സ്വാമി മരിച്ചുപോയി. സ്വാമി ഒരു മാമന് വയ്യാത്തല്ലേ, മാമൻ ഇപ്പൊ പോവോ, വന്നും പോയൊക്കെ നിന്ന് ഒപ്പിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ വെയിലും കൊണ്ട് അച്ഛൻ പോകും ബ്ലോക്ക് വന്നപ്പോ. പിന്നെ ഞങ്ങൾ 2016 ഈ പരാതിയൊക്കെ കൊടുത്ത് DGPക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ നാട്ടിൽ പോണത്. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് ബ്ലോക്കൊക്കെ വന്നു. ഒരു വശം താളന്നു. അച്ഛൻ 6 മാസം BCS ചെയ്ത് അച്ഛൻ താളന്ന് ഒരു വശം വീണ് പോയതാണ്. പൊങ്ങിയലാണ്. അങ്ങനെ അച്ഛൻ ഈ രീതിയിൽ ആക്കിയെടുത്തു. ഇവിടെ പിന്നെ പടക്കം പൊട്ടിച്ചു.